Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി കെമിക്കൽ കൈനറ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു 30 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മൾ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഒരുപാട് ഐഡിയ ഒക്കെ പഠിച്ചു, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇന്ന് ഞാൻ അടുത്തൊരു 25 ക്വസ്റ്റ്യനുമായിട്ടാണ് നിൽക്കുന്നത്. ഈ 25 ക്വസ്റ്റ്യനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഒരു സ്പെഷ്യൽ സെഷൻ ഏതെങ്കിലും വെക്കുന്നുണ്ടാവും. കഴിഞ്ഞു പോയ ഏതെങ്കിലും ചാപ്റ്ററുകളെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടൊരു സെഷൻ നാളെ വയ്ക്കും. വെനസ്ഡേ മുതൽ ഓർഗാനിക്കും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നാളെ ഇത്തിരി വലിയ സെഷൻ ആയിരിക്കും. കാരണം എന്താണ്, ഒരു 3-4 ചാപ്റ്റർ ക്ലബ് ചെയ്തുകൊണ്ട് ഫിസിക്കൽ കെമിസ്ട്രിയുടെ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി ഗേഷ്യോ സ്റ്റേറ്റ് ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ ചാപ്റ്ററിൽ നിന്നുമായിട്ടൊരു 100 ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. നാളെ ഒരു ക്ലാസ് എനിക്കുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാക്സിമം ടൈം ഉപയോഗിച്ചുകൊണ്ട് ഒരു 100 ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്ററിനായിട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ ചെയ്ത് തീരുവാണെങ്കിൽ 100 എണ്ണവും നമുക്ക് ചെയ്യാം. അതായത് ഞാൻ ഇന്ന് 100 ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് റെഡിയാക്കാൻ എന്നെ കൊണ്ട് കഴിയുവാണെങ്കിൽ നമുക്ക് നാളെ അത്രയും ചെയ്യാം. എന്നിട്ട് മറ്റന്നാൾ തൊട്ട് ഓർഗാനിക് തുടങ്ങാം. ഓക്കെ ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി അല്ലേ? റെഡി ആണ്. ഓക്കെ ശരി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് എവിടെ ഉണ്ട്? ക്വസ്റ്റ്യൻ കാണാമെന്ന് വിചാരിക്കുന്നു. കാണാമല്ലോ? കാണാം. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പം ഞാൻ എന്താണ് ഓക്കെ ശരി. ഇപ്പം എനിക്ക് സ്ക്രീൻ കാണാം. അപ്പോൾ ഡ്യൂറിങ് ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് C3H8 the rate of formation of carbon dioxide is 1.8 into 10 raised to -4 mole per liter per second. The rate of disappearance of O2 അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇതിൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഓക്സിജൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യനുകളുടെയൊക്കെ പ്രത്യേകത, അവിടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നോക്കി പറയാൻ എളുപ്പമായിരുന്നു. ഇതിനകത്ത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇല്ല, കുഴപ്പമില്ല. നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കി ചെയ്യും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഡ്യൂറിങ് ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് C3H8. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. നോക്കിക്കോളൂ. C3H8നെ സാറ് കമ്പസ്റ്റിന് വിധേയമാക്കുന്നു. അപ്പോൾ C3H8നെ നമ്മൾ കത്തിക്കണം. കത്തിച്ചോളൂ. C3H8നെ കത്തിക്കാൻ വേണ്ടിയിട്ട് ആരെ കത്തിക്കണമെങ്കിലും ആര് വേണോടാ? ഓക്സിജൻ വേണം. കമ്പസ്റ്റ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹൈഡ്രോ കാർബണിൻ്റെ കമ്പസ്റ്റൻ നടത്തുമ്പോൾ ആ ഹൈഡ്രോ കാർബണിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇതിൽ 3 കാർബൺ ഉണ്ട്, അതുകൊണ്ട് ഒരു സംശയമില്ല, അവിടെ നിന്ന് 3 കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഓക്കെ അല്ലേ? അതുപോലെ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിൻ്റെ ഹാഫ് വാട്ടർ കിട്ടും. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8 ഹൈഡ്രജൻ ഉണ്ട്, അതിൻ്റെ ഹാഫ് 4 അപ്പം 4 വാട്ടർ കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡായി വാട്ടറായി. 3 കാർബൺ ഇവിടെ ഉണ്ട്, 4 × 2 8 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. ഇനി ഓക്സിജൻ കൂടെ ഒന്ന് ബാലൻസ് ചെയ്യണം. ഓക്കെ, 3 × 2 ഇവിടെ 6 ഓക്സിജൻ ഉണ്ട്, പ്ലസ് ഇവിടെ 4, അങ്ങനെ എത്ര ഓക്സിജൻ ഉണ്ട്? 10 ഓക്സിജൻ റൈറ്റ് സൈഡിലുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും 10 വേണം. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ കിട്ടിയതിൻ്റെ ഹാഫ് ഇവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ 5 O2, ഇത് 10 ആയി, അപ്പുറത്തും 10 തന്നെ. ഇപ്പോൾ ഇക്വേഷൻ ബാലൻസ് ആയല്ലോ. ഇക്വേഷൻ ബാലൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് O2 ആണ്. അത് കണ്ടുപിടിക്കാൻ വരും മക്കളെ. സോ വാട്ട് ഈസ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് O2? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് O2 എന്ന് ഞാൻ ഇങ്ങനെ എഴുതിയെങ്കിലും അത് ഒരാളുമായി കണക്ട് ചെയ്തിട്ട് എഴുതാനാണ് നമ്മൾ ഷോർട്ട് കട്ട് ഐഡിയ പഠിച്ചത് അല്ലേ? അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കൂ. ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിരിക്കുന്നത് 1.8 × 10 - 4 മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡുമായി നമ്മൾ കണക്ട് ചെയ്യണം, ശരിയല്ലേ? ഓക്കെ, അപ്പം വരൂ നോക്കൂ. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കണക്ട് ചെയ്യൂ. കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആരുടേതാണോ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അയാളുടെ കോഎഫിഷ്യന്റ് മേളിൽ എഴുതണോ താഴെ എഴുതണോ?
മേളിൽ എഴുതാം. അപ്പോൾ 5 എന്ന് സാർ എഴുതി, ഡിവൈഡഡ് ബൈ എത്രയാണ്? 3. അപ്പോൾ 5/3 ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അപ്പോൾ അത് ഫോം ചെയ്യുകയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗിവൺ? പറഞ്ഞോളൂ വാല്യൂ. 1.8 into 10 raised to minus 4 mole liter raised to minus 1 second raised to minus 1. So ഇത് ചെയ്യാം, ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നാണ് സാറിൻ്റെ പ്രതീക്ഷ. ഇത് ചെയ്തത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ. അപ്പോൾ എത്രയും വേഗം എഴുതുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. വേഗാവട്ടെ, ആൻസർ കണ്ടുപിടിച്ച് പോവാം, അതല്ലേ നല്ലത്? യെസ്. ഓക്കെ. ആൻസർ വന്നു കഴിഞ്ഞു. അബിൻ സ്റ്റീഫൻ ഓപ്ഷൻ ബി, കീർത്തന ഓപ്ഷൻ 2, വൈഷ്ണവി ഓപ്ഷൻ 2. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻസ് ഇതാ ഇവിടെ. ഓക്കെ, എത്രയും വേഗം പറയാം. ആനി ഓപ്ഷൻ 2. ഓക്കെ, നീലിമ ഓപ്ഷൻ 2, ആർദ്ര ഓപ്ഷൻ 2, നീതു ഓപ്ഷൻ 2, അതുൽ ഓപ്ഷൻ 2, ഗൗരി ഓപ്ഷൻ 2. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളത് പഠിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻസ് വായിക്കാൻ ഇപ്പോൾ സമയമില്ല. ഞാൻ അടുത്തതിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാറ് പോകുന്നു. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 2 വായിച്ചോളൂ. വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2? ക്വസ്റ്റ്യൻ നമ്പർ 2 എൻ്റെ ഇഷ്ടമല്ല. ഇഫ് എ ഈസ്, അപ്പം ഞാൻ ഒറ്റ മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടുകൂടാ. ഓക്കെ, കുഴപ്പമില്ല. ഇഫ് എ ഈസ് ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് റിയാക്ട്സ് അക്കോർഡിംഗ് ടു സീറോ ഓർഡർ കൈനറ്റിക്സ് ആൻഡ് കെ ഈസ് ദ റേറ്റ് കോൺസ്റ്റന്റ്, ദെൻ ബാക്കി വായിച്ചാണ് ദെൻ ടൈം കംപ്ലീഷൻ. ഓക്കെ, ശരി. അപ്പോൾ സാറിന് ക്വസ്റ്റ്യൻ മനസ്സിലായി. എന്താ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത? ഇത് സീറോ ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ? ഏതാ ഈ റിയാക്ഷൻ്റെ ഓർഡർ? പറഞ്ഞേ. സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, ഗുഡ്. പിന്നെ അതുകൂടാതെ റിയാക്ഷൻ കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അല്ലേ മക്കളെ? അപ്പോൾ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് K is equal to the initial concentration minus concentration after a time t divided by t ആണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ. ശരിയല്ലേ? So നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് you have to find out the time required to completion for the reaction. റിയാക്ഷൻ കംപ്ലീറ്റ് ആവാനുള്ള സമയമാണ് മക്കളെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടി ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ R0 സാർ R0 എന്ന് എഴുതി അല്ലേ? ശരിയല്ലേ? R0 അല്ലേ? മൈനസ് പിന്നെന്തുണ്ട്? അല്ല സോറി, R0 മൈനസ് R തന്നെ. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, കാരണം ഓപ്ഷൻസ് കിടക്കുന്ന ആ രീതിയിലല്ല എന്ന് തോന്നുന്നു. അല്ലല്ലോ, ഓപ്ഷൻസ് അങ്ങനെ എയിലല്ലേ കിടക്കുന്നത്? ഓക്കെ, അപ്പം ഞാൻ അത് ആ രീതിയിലൊന്ന് പറയാം, അതായിരിക്കും സാറിന് ബെറ്റർ. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചിരുന്നു, റിയാക്ടൻ്റ് ഈസ് പ്രോഡക്റ്റ് ആണെങ്കിൽ ടൈം 0 ആയിരിക്കുമ്പോൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, ഓർമ്മയുണ്ടോ? ആ സമയത്ത് പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് 0 അല്ലായിരുന്നു മക്കളെ? റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 0. ആഫ്റ്റർ എ ടൈം ടി എന്ന സമയം കഴിഞ്ഞു, അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ എമൗണ്ട് പഠിപ്പിച്ചെന്നായിരുന്നു എക്സ്, ഓർമ്മയുണ്ടാവും? ഓക്കെ, എക്സ്. ഓക്കെ, ഇനി ഡിവൈഡ് ബൈ ഇനി ബാക്കി എന്താണ്? റിമൈനിങ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. എത്ര ബാക്കിയുണ്ട്? ആദ്യം ഉണ്ടായിരുന്നത് എ, അതിൽ നിന്ന് എക്സ് റിയാക്ട് ചെയ്ത് പോയി, അപ്പോൾ ബാക്കി എത്രയാ ഉള്ളത്? എ മൈനസ് എക്സ്. ഓക്കെ, ഈ കാണുന്ന ഇക്വേഷന് പകരം വേറൊരു ഇക്വേഷനോട് ഞാൻ പഠിപ്പിച്ചെന്നായിരുന്നു, പറഞ്ഞോളൂ. K is equal to R0 മൈനസ് എന്ന് പറയുന്നത് എന്താ? R0 മൈനസ് R എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ K is equal to X divided by T എന്നല്ലേ പഠിച്ചിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ കാണുന്നില്ല, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരൊറ്റ മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ എടുക്കട്ടെ.
Okay. If A is the initial concentration of a substance which reacts according to zero order kinetics and K is the rate constant, then the value for the reactant to go to completion is എന്നാണ് question. അപ്പോൾ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഉള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ K ഒറ്റ മിനിറ്റ്. ശരി, ഇനി നമ്മൾ ടി ഹാഫ് ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കേടാ, അപ്പം നോക്കിയോ. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടി എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ കെ ഈക്വൽ ടു എക്സ് ബൈ ടി ആണ്. ഒന്ന് നോക്കിയേ, റിയാക്ടന്റ് സ്റ്റാർട്ടിങ്ങിൽ എത്രയുണ്ട്? എ ഉണ്ട്. ഇപ്പോ ആ റിയാക്ടന്റ് കംപ്ലീറ്റും എന്തായിട്ട് മാറി? പ്രൊഡക്റ്റ് ആയിട്ട് മാറി. കാരണം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എത്രയായിട്ട് മാറും? എ. കാരണം കംപ്ലീറ്റ് റിയാക്ടന്റും പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഇസ് ഈക്വൽ ടു എക്സിന്റെ പ്ലേസിൽ എ കൊടുക്കുക, ഡിവൈഡഡ് ബൈ ടി. അപ്പൊ കെ ഇസ് ഈക്വൽ ടു എ ബൈ ടി, അല്ലെങ്കിൽ ടി എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ കെ എന്ന് കിട്ടും. ഞാൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. ഓക്കെ, സോ വെരി സിമ്പിൾ ഐഡിയ. സോ ആർ ഗീസ് പ്രൊഡക്റ്റ് ആണ്. ടി ഈക്വൽ ടു 0, മറ്റത് ടി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ സമയത്തുള്ളത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എ, ആ സമയത്തുള്ള പ്രൊഡക്റ്റ് 0. ടി എന്ന സമയം കഴിയുമ്പോൾ എക്സ് പ്രൊഡക്റ്റ് ഉണ്ടായി, ബാക്കിയുള്ളത് എ മൈനസ് എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് ബൈ ടി ആണ്. റിയാക്ഷൻ കംപ്ലീറ്റ് ആയാൽ മുഴുവൻ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റായി മാറും. അതുകൊണ്ട് തന്നെ എ മുഴുവൻ പ്രൊഡക്റ്റായി മാറിക്കഴിഞ്ഞാൽ എയും എക്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ എക്സിന്റെ പ്ലേസിൽ എ കൊടുത്തു. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു എ ബൈ ടി എന്ന് കിട്ടി, അഥവാ ടി ഇസ് ഈക്വൽ ടു എ ബൈ കെ എന്ന് കിട്ടി. മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. ഓക്കെ, ശരി, ഒരു മിനിറ്റ്, ഞാൻ മീറ്റിലോട്ട് തിരിച്ചു വരട്ടെ. എനിക്ക് ഇത് യെസ്, ഓക്കെ, ശരി. അപ്പൊ മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 വായിച്ചേ. For the reaction AA plus BB gives CZ if minus 3 d by dt of A equal to, നോക്കി വെച്ചോളനെ, equal to minus d by dt of B equal to plus 1.5 d by dt of C, then A, B and C respectively are. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു തിയറി ഐഡിയ ആണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് റിവേഴ്സ് ചിന്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ചെയ്യാം. അതിനു മുമ്പ് ആ ഇക്വേഷൻ ഒന്ന് വായിച്ച എ പ്ലസ് ബി ബി ഗീവ് സി അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് വന്നേ എല്ലാവരും. അപ്പോൾ ഇതാ നോക്കിക്കോളൂ. എ പ്ലസ് ബി ബി ഗീവ് സി സി. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞേ മക്കളെ. ഈ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മൈനസ് 1/A ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ആണല്ലോ. ഇസ് ഈക്വൽ ടു ബിയുടെ ടൈമിൽ പറ മൈനസ് 1/B ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ്. ഈക്വൽ ടു ഇനി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പ്ലസ് 1/C ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സി. ഇതൊക്കെ നമ്മൾ എത്രയോ നന്നായി പഠിച്ചിരുന്നു നേരത്തെ. ഇനി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യനിൽ ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇഫ് മൈനസ് 3 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ഈക്വൽ ആണ് എത്ര? മൈനസ് ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ബി ഈക്വൽ ടു എത്ര? ഈക്വൽ ടു പ്ലസ് 1.5 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സി. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് സ്മോൾ ലെറ്റർ എ എത്ര, ബി എത്ര, സി എത്ര, അഥവാ ഈ റിയാക്ഷനിലുള്ള കോഎഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണല്ലോ?
ഓക്കെ. ഇനി ആ കോഎഫിഷ്യന്റ് നേരെ 1 ഡിവൈഡ് ബൈ ഇവിടെ താഴെയല്ലേ മക്കളെ വരിക. അപ്പൊ എയും ബിയും സിയും ഇവിടെ താഴെയാണ് വരിക. അവിടെ കാണുന്ന 3യും ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 1.5 ഒക്കെ മേളിലല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനെ താഴെ എത്തിക്കാൻ പറ്റിയ ഒരു ടേം കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രം മതി. നിങ്ങൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്നിരിക്കട്ടെ. നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞു നോക്ക്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 3 9 എന്ന് വരും, ശരിയല്ലേ? അതിന് പകരം ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ഇഷ്ടമുള്ള ചെയ്യുക. ഞാനിപ്പോൾ എന്താണ് 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു നോക്കിയേ. മൈനസ് ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ബി ഈക്വൽ ടു, ശരിയല്ലേ? ഇവിടെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. 1.5 എന്ത് -1/3 ആയിക്കോട്ടെ, ശരിയാണല്ലോ മക്കളെ? ഓക്കെ, ഒന്ന് പറഞ്ഞേ. -1/3 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ബി ഈക്വൽ ടു, പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം പ്ലസ് 1/2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സി എന്നല്ലേ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ കോഎഫിഷ്യന്റ് താഴെ വന്നിട്ടുള്ളത് എത്രയാണ്? 1 അല്ലടാ. ഇവിടെ ഒന്നുമില്ല, അതിന്റെ മീനിങ് 1 എന്നാണ്. അപ്പൊ എ ഇസ് ഈക്വൽ ടു 1. അടുത്ത് ബി, ഇവിടെ താഴെ വന്നിട്ടുള്ളത് 3 അല്ലടാ. ബി ഈക്വൽ ടു 3. അടുത്ത് സി എന്ന് പറയുന്നത് അവിടെ താഴെ വന്നിട്ടുള്ളത് 2. അപ്പോ അത് 1, ഇത് 3, ഇത് 2. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ജസ്റ്റ് നോക്കിയേ, 1ഉം 3യും 2ഉം ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ 3. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പഠിക്കുന്നത് കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. പക്ഷേ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇത്രയും സമയം എടുക്കത്തില്ല. എ പ്ലസ് ബി ബി സി സി എന്നുള്ള ഒന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പം തന്നെ അറിയാം കോഎഫിഷ്യന്റ് ഇങ്ങ് താഴെ വരത്തുള്ളൂ. അപ്പോൾ താഴെ കിട്ടുന്ന രീതിയിൽ അവിടെ എത്തിക്കുക. അപ്പം ഞാൻ ഈ 3 ഉണ്ട്, ഇതിൽ ഏറ്റവും വലിയ നമ്പറോട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇത് ഡിവൈഡ് ബൈ 3 വരുമ്പോൾ അത് 3ഉം 3ഉം ക്യാൻസൽ ആയി പോവും. ഇവിടെ 1/3 വരും. ഇത് 1.5 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോഴത്തേക്കും 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ആ താഴെ വരുന്ന ആൾക്കാരാണ് അതിന്റെ കോഎഫിഷ്യന്റ്. അപ്പോൾ എയുടെ കോഎഫിഷ്യന്റ് ആണ് ഇവിടെ വരുന്നത്, അത് 1. അതുപോലെ ബിയുടെ കോഎഫിഷ്യന്റ് ആണ് ഇവിടെ വരിക, അത് 3. സിയുടെ കോഎഫിഷ്യന്റ് ആണ് ഇവിടെ വരിക, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ഒരു മിനിറ്റ്, ഒരു കോൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ എന്താണെന്ന്, കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കൂ. ഹലോ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാറേ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാൽ മതി. എന്തേ? ഞാനാണെങ്കിൽ 4 വരെ കാണും. അങ്ങനെയാണെങ്കിൽ അത് വീട്ടിൽ തന്നാലും മതിയായിരുന്നു. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം സാർ. നിങ്ങൾ 4:30 കഴിഞ്ഞിട്ടേ വരുവുള്ളൂ? ശരി, ഓക്കെ, ആയിക്കോട്ടെ, ശരി. സോറിടാ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയല്ല, അത് കോൾ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആണെങ്കിലോ. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 4. എ റിയാക്ട്സ് വിത്ത് ബി ടു ഫോം സി ആൻഡ് ഡി അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പോൾ 2a + 3b ഈസ് C + 5d ഉണ്ട്. The following initial rates of reaction have been measured for the given reactant concentration. ഇന്നലെ ഇമാതിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആയി വരുന്ന ഇക്വേഷൻ ഒന്ന് നോക്കാം. ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആയി വരുന്നത് ഏതൊക്കെ സ്റ്റുഡൻ്റ് ആണ് പറഞ്ഞേ? 1ഉം 1ഉം 2ഉം. അപ്പോൾ ആ 1ഉം 2ഉം സെയിം ആണ്. അപ്പോൾ നമ്മൾ ആ ബിയെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ബിയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ബിയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് റേറ്റിൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. അപ്പോൾ നമുക്ക് അതിനെ ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് നോക്കി, എ 0.010, മറ്റേത് 0.015. ഓക്കെ, അടുത്തത് 0.020, ഇത് 0.030. അപ്പോൾ എന്താണ് ആക്ച്വലി അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. നമുക്ക് ജസ്റ്റ് 10 15 ആയി, അപ്പോൾ 20 30 ആയി. കറക്റ്റ് അല്ലേ?
അങ്ങനെ എടുത്താലും മതി, ശരിയല്ലേ? 10 15 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 20 30 ആവും. കറക്റ്റ് ആണല്ല? അപ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് മീനിങ്. ഇന്നലെ നമ്മൾ ഇങ്ങനെയല്ല പഠിച്ചത്. ഇന്നലെ നമ്മൾ ഇക്വേഷനൊക്കെ എഴുതി ഡിവൈഡ് ചെയ്തൊക്കെ പഠിച്ചു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ആ ഐഡിയകൾ അറിയാമല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്, അപ്പോൾ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്ന് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എബിലിറ്റി വന്നില്ല എങ്കിൽ മാത്രം റേറ്റ് 0.020 ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ, അത് 0.10 അല്ല 010 റൈസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി 0.020 റൈസ് ടു വൈ. അടുത്ത റേറ്റ് എത്രയാണ്? 0.030 ഈക്വൽ ടു കെ ഇൻറ്റു ഇത് 0.015 റൈസ് ടു എക്സ് ഇൻറ്റു 0.020 റൈസ് ടു വൈ. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. അപ്പം നോർമലി 2/1 അല്ലടാ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര കിട്ടും? ഇതെത്ര 3/2 എന്ന് കിട്ടും, ശരി തന്നെ? ഇസ് ഈക്വൽ ടു ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി. ഇത് എന്ത് കിട്ടും? 0.015 ഡിവൈഡ് ബൈ 0.10, അതും 3/2 എന്ന് തന്നെ കിട്ടും. റൈസ് ടു എക്സ് എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്? ഇതേ റൈസ് ടു 1, ഇതേ റൈസ് ടു എക്സ്. അപ്പോൾ എക്സ് തന്നെയാണ് 1 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ എഴുതി നോക്കി കണ്ടുപിടിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇങ്ങനെ എഴുതി കണ്ടുപിടിച്ച് കഷ്ടപ്പെടാനൊന്നും പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്താ സംഭവിച്ചതെന്ന് നോക്കുക. ഇപ്പോൾ 0.010 0.015 ആയി, അഥവാ 10 15 ആയി. അപ്പോൾ റേറ്റിന് സംഭവിച്ച് 20 30 ആയി. ഒരേപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണലാണ് എങ്കിൽ റൈസ് ടു പവർ 1 വരും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അപ്പോൾ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ആയിരിക്കും വരിക. അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് വരുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ എയിൽ എ ആണ്, ബിയിൽ എ ആണ്, സിയിൽ എ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി പണിപാളി. ഇനി മറ്റോടെ കണ്ടുപിടിക്കണം, ശരിയല്ലടാ? അപ്പോൾ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാൻ വരൂ. അപ്പോൾ എ സെയിം വരുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ എ സെയിം വരുന്നത് ഏതൊക്കെയാ നോക്കിയേ? 1 3 അല്ലേ? 1 3. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒന്നാമത്തതിൽ 0.020, മറ്റ് 0.010. അപ്പോൾ എന്താ സംഭവിച്ചത്? കോൺസെൻട്രേഷൻ ഹാഫ് ആയി, ശരിയല്ലേ? കോൺസെൻട്രേഷൻ ഹാഫ് ആയപ്പോൾ റേറ്റ് നോക്ക്, 0.020 നിന്ന് 0.005 ആയി, മീൻസ് 1/4 ആയി. അപ്പം ഹാഫ് ആകുമ്പോൾ 1/4 ആയാൽ ഡബിൾ ആകുമ്പോൾ 4 ടൈംസ് ആവും. ഓക്കെ, അപ്പം എങ്ങനെ ഹാഫിനെ 1/4 ആക്കാൻ നോക്കിയാൽ മതി. ഹാഫിനെ 1/4 ആക്കാൻ സ്ക്വയർ എടുക്കണം. അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബിയുടെ സ്ക്വയർ എന്നാണ് ആൻസർ വരിക. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ചെയ്തതുപോലെ 1നും 3ക്കും ഇക്വേഷൻ ഉണ്ടാക്കി നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എത്രത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമോ നിങ്ങളെ കൊണ്ട് അത്രത്തോളം ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് മനസ്സിലായെന്ന് കരുതി ആ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യാതെ ഇരിക്കരുത്. ക്വസ്റ്റ്യനുകൾ വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സിലിരിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷൻ ഹാളിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഐഡിയകൾ അങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, എനിക്കത് മനസ്സിലായി എന്ന് കരുതി അത് ഉപേക്ഷിക്കുകയല്ല, വീണ്ടും വീണ്ടും ചെയ്യുക. അതിനെയാണ് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് റിവിഷൻ എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണമെന്നില്ല, അമ്മാതിരിയുള്ള വേറെ ക്വസ്റ്റ്യൻ ചെയ്യുക. അതുകൊണ്ടാണ് ഇന്നത്തേൽ ഈ ക്വസ്റ്റ്യൻ വീണ്ടും വന്നതും നമ്മളത് ചെയ്യാൻ വീണ്ടും പഠിച്ചതും. മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്? The rate of a chemical reaction doubles for every 10 degree rise of temperature. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 ആണെന്ന് മനസ്സിലായല്ല? If the temperature is raised by 60 degrees Celsius, the rate of reaction increases by about എന്നാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യനുകളുടെ പ്രത്യേകത അവിടെ ഒരു ഇനിഷ്യൽ ടെമ്പറേച്ചറും ഒരു ഫൈനൽ ടെമ്പറേച്ചറും ഉണ്ടായിരുന്നു. ആ ഡിഫറൻസ് ആണ് റൈസ് ഇൻ ടെമ്പറേച്ചർ, ശരിയല്ലേ? എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇനിഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും ഇല്ല, പകരം റൈസ് ഇൻ ടെമ്പറേച്ചർ ആണുള്ളത്.
അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫൈനൽ റേറ്റ് കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. R2 is equal to എത്ര? 2 raised to T2 minus T1 divided by 10 അത്രയും R1. ഇങ്ങനൊരു ഫോമുല പഠിപ്പിച്ചു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? പിന്നെ മനസ്സിൽ ചെയ്യാൻ കഴിയും, ഫോമുലയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് പഠിപ്പിച്ചു. സോ R2 is equal to 2 raised to T2 minus T1 ആണ് റൈസ് ഇൻ ടെമ്പറേച്ചർ. അത് 60 എന്ന ക്വസ്റ്റ്യനിലുണ്ട്. ഡിവൈഡഡ് ബൈ 10 അത്രയും R1, അഥവാ R2 is equal to 2 raised to 6 R1. ശരിയല്ലടാ? അപ്പോൾ 2 raised to 6 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇത്രയും സമയം മെനക്കെടുത്തതില്ല. പകരം ഡിഫറൻസ് 60 ആണ്, ഡിവൈഡ് ബൈ എന്താണ് 10. അപ്പോൾ 6 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ 6 ടൈംസ് ഞാൻ ഡബിൾ ചെയ്യും. അത് 2 ആവുന്നു. 1 2 ആവുന്നതാണ് ആദ്യ പ്രാവശ്യം ഡബിളിങ്. അടുത്ത 2 4 ആകും. 4 എന്ന് പറയുന്നത് 8 ആകും. പിന്നെ 16 ആകും. പിന്നെ 32 ആവും. പിന്നെ 64 ആവും. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ഓപ്ഷൻസിലേക്ക് നോക്കിക്കോളൂ. 64 ടൈംസ് ഉണ്ടായിരിക്കും ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 3. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ചെയ്തത്? മനസ്സിലായി. ഓക്കെ, മുന്നോട്ട് പോവാം. ഓക്കെ, യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് നമ്മൾ പോകുന്നു. ദ ഹാഫ് ലൈഫ് ഓഫ് റേഡിയം ഈസ് 1600 years. 3200 after how much time will 1 gram radium be reduced to 125 milligram? അല്ലടാ, 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മില്ലിഗ്രാം ഇടാ? 100. ഇപ്പം വീട്ടിൽ ഒന്ന് അടിക്കും. 1000 മില്ലിഗ്രാം ആണ് 1 ഗ്രാം അല്ലേ? 1 ഗ്രാം മീൻസ് 1000 മില്ലിഗ്രാം ആണ്. ഓക്കെ, 1000 ഗ്രാം ആണ്, 1000 മില്ലിഗ്രാം ആണ് 1 ഗ്രാം. എല്ലാവരും കേട്ടോളൂ. 1000 ആണ് നിങ്ങളുടെ വശമുള്ളത്. അതിന്റെ ഹാഫ് എത്ര? അതിന്റെ ഹാഫ് എത്ര? 250. അതിന്റെ ഹാഫ് എത്ര? 125. That means you take how many T half? 3 T half. 3 into 1600 ആണ് എൻ്റെ ആൻസർ. മനസ്സിലായോ? അത് ചെയ്യാം. നമ്മൾ എന്തിനാണ് ഒരുപാട് എന്താണ് ഇക്വേഷനും ഒക്കെ ഉപയോഗിക്കുന്നത്? ഇതൊക്കെ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ യു നോ ദ വാല്യൂ ഓഫ് T half. T half നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഫ്രം 1 gram to 125 milligram. സോ ഒന്നുകിൽ 2 ഗ്രാമിലാക്കുക, അല്ലെങ്കിൽ 2 മില്ലിഗ്രാമിലാക്കുക. എനിക്ക് എളുപ്പം തോന്നിയത് മില്ലിഗ്രാമിലാണ്. കാരണം 1000 നിന്ന് 125ലേക്ക് എത്തണം. 1000ന്റെ പകുതി 500, അതിൻ്റെ പകുതി 250, അതിൻ്റെ പകുതി 125. വളരെ ഈസി ആയിട്ട് 3 T half കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അതുകൊണ്ട് ഒരു സംശയത്തിൻ്റെയും ആവശ്യം നിങ്ങൾക്കില്ല. 3 into 1600 എത്രയാണോ അതാണ് ആൻസർ വരിക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. ഇപ്പം വായിക്കും. 4800. 1600 into 3 എന്ന് പറയുമ്പം 4800 years. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. ശരി, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ the slope of the straight line is found to be minus 0.2 second inverse. When logarithm of r is plotted against time, what is the value of rate constant? First order reaction ആണ്. അതിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം. ln(r) വേഴ്സസ് t ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. k കണ്ടുപിടിക്കണം അല്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ കുറേ ഗ്രാഫുകൾ അങ്ങ് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ പറഞ്ഞേ. ln(r) is equal to minus kt plus logarithm of r0. നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓർമ്മയുണ്ടാവുന്നതോ? ഇത് പഠിപ്പിച്ചെന്നായിരുന്നു. ഓർമ്മയുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇതാ ഞാൻ 2 ആക്സസ് വരച്ചു. ഇനി ഇതാ നിങ്ങൾ നോക്കിക്കോ. y ആക്സസിൽ ഇത് y ഈക്വൽ ടു mx പ്ലസ് c എന്നല്ലേ ഈ ഗ്രാഫ്? ഓക്കെ, y ആക്സസിൽ ആര് മക്കളെ? ലോഗരിതം ഓഫ് r. അതാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വേഴ്സസ് എക്സ് ആക്സസിൽ ആരുടെ? ടി അല്ലേ മക്കളെ? ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. സ്ട്രൈറ്റ് ലൈൻ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആണോ അപ്വേർഡ്സ് ആണോ അതോ പാരലൽ ടു ദ ടി ആക്സ്? ഓക്കെ, ഡൗൺവേർഡ്സ് ആണ്. വൈ ഇറ്റ് ഈസ് ഡൗൺവേർഡ്സ്? അതെ,
ഓക്കെ, എന്താണ് സ്ലോപ്പ് മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് കിട്ടി. സ്ലോപ്പ് ഈക്വൽ ടു എത്ര മക്കളെ? മൈനസ് കെ. ഇതിനെ ഇവിടെ കൊണ്ടുപോയാൽ y ഇന്റർസെപ്റ്റ് കിട്ടും. അത് ലോഗരിതം ഓഫ് r0. ശരി തന്നെ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരാം. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും മക്കളെ. ഫോർ a first order reaction, the slope of the straight line is found to be minus 0.2 second inverse. Okay, so very simple. Slope എന്ന് പറയുന്നത് minus 0.2 second inverse ആണ്, is equal to minus k ആണ്. അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. k is equal to എത്ര? 0.2 second inverse. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. കണ്ടുപിടിക്കാൻ ചോദിച്ചത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് തന്നെയാണ്. സോ വളരെ ഈസി ആയിട്ട് അത് ആൻസർ കിട്ടി. ആൻസർ പ്ലസ് എന്നാണ് 0.2. ഈ ക്വസ്റ്റ്യൻ ഇത്രയ്ക്കും സിമ്പിളാണ്, പക്ഷേ പലപ്പോഴും LNR വേഴ്സസ് ടി ഒക്കെ ഗ്രാഫ് ചോദിക്കുമ്പോൾ ഗ്രാഫിനെ പറ്റിയൊന്നും പഠിക്കാതെ പോകുന്ന ആൾക്കാർക്ക് ഇത് ഡിഫിക്കൽട്ടായിട്ട് മാറും. നമ്മൾ 10ഓളം ഗ്രാഫുകൾ ഈ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഗ്രാഫുകളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മനസ്സിലായി കാണും. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടാ? Okay, and moving to the next question. Question number 8. The value of K for a zero order reaction is 2 into 10 raised to minus 2 mole liter raised to minus 1 second raised to minus 1. If the concentration of the reactant after 20 seconds is 0.4 molar, the initial concentration must have been എന്നാണ് ക്വസ്റ്റ്യൻ. വായിച്ചു നോക്കാം. സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ്. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആഫ്റ്റർ 20 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, ഇനി എന്ത് പറയാനാണ് മക്കളെ? ഇനി ഒന്നും എനിക്ക് പറയാനില്ല. സോ വാട്ട് ഈസ് കെ? കെ ഈക്വൽ ടു എത്രയാണ്? സീറോ ഓർഡർ ആണെങ്കിൽ R0 മൈനസ് R ഡിവൈഡഡ് ബൈ ടി ആണ്. കറക്റ്റ് ആണല്ലോ? ഇനി ഇതിൽ സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ്. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ 2 into 10 raised to minus 2 മോൾ ലിറ്റർ raised to minus 1 സെക്കൻഡ് raised to minus 1 ആണ്. അതുപോലെ ആർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആഫ്റ്റർ എ ടൈം ടി. ടി എന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്, ഉണ്ടായിരുന്നല്ലോ? ഓക്കെ, ഇത്രയും സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ 0.4 മോളാർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ചാൽ ദ വാല്യൂ ഓഫ് കെ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് 2 into 10 raised to minus 2 mole liter raised to minus 1 second raised to minus 1. If the concentration of the reactant after 20 seconds is 0.4 molar, the initial concentration must have been. So your aim is to find out the initial concentration R0. ശരിയല്ലേ മക്കളെ? അപ്പം വരൂ കെ നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ട്, ടി നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ട്, ആർ നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് R0 കണ്ടുപിടിക്കാൻ പറ്റും. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്രയും വേഗം ചെയ്യുക. ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടുന്ന് കോപ്പി അടിക്കണ്ട, സ്വന്തമായിട്ട് ചെയ്യുക. വേഗം ആവട്ടെ. Minnu option 2, Gauri option 2, Vaishnavi option 2, Alina option 2, Abhin option 2, Nandana option 2, Neelima option 2, Kirtana option 2, Needu option 2. അപ്പോൾ ഇനി ഞാൻ വായിച്ചതൊന്നും സമയം കളയുന്നില്ല. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? അതുൽ ഓപ്ഷൻ 2, അഭിനയ ഓപ്ഷൻ 2. ഓക്കെ, ക്ലിയർ? ഓക്കെ മക്കളെ, സോ മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. Yes, so moving to the next question number 9. If 90% of a radioactive substance dissociates in 15 minutes, the time taken by the substance to dissociate 99% will be, you will have maximum 5 seconds. Your time starts now. You will have maximum 5 seconds. 1, 2, 3. Okay, Minnu option 3. Okay, Minnu option 3, Gauri option 3, Needu option 3, Abhinay option 3, Kirtana option 3, Neelima option 3, Alfia option 3, Alina option 3, Nandana option 3. Okay, very good. Abhin option 3. ആയിക്കോട്ടെ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ? സാർ T99 is equal to T90. എത്ര ഈസി ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പഠിച്ചു വെച്ചിരുന്നു, ഐഡിയയും പഠിച്ചിരുന്നു. T99 ആണ് ചോദിച്ചത്. അത് T90യുമായി എന്താണ് ബന്ധം?
ഇതിൽ എത്ര 9 ഉണ്ട്? ഒരു 9. ഇതിൽ എത്ര 9 ഉണ്ട്? 2 9. അപ്പോൾ 2 9 ആക്കണം അപ്പുറത്ത്. അതാണ് എൻ്റെ നമ്മൾ റിലേഷൻഷിപ്പ്. അത്രയേ ഉള്ളൂ. ഓക്കെ. സോ ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ വെറും 5 സെക്കൻഡുള്ളിൽ ആൻസർ പറഞ്ഞിരിക്കുന്നു. ബാക്കി നമുക്ക് 55 സെക്കൻഡ് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എൻട്രൻസ് എക്സാമിനേഷന്. അതാണ് നമ്മൾ ഐഡിയകൾ പഠിച്ചാലുള്ള ഗുണം. സോ താങ്ക് യു. അത് പഠിച്ചതുകൊണ്ട് വളരെയധികം നന്ദി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നു ക്വസ്റ്റ്യൻ നമ്പർ 10. So question number 10 വായിക്കുക. If the activation energy for the forward reaction is 250 kilojoule per mole and that of the reverse reaction is 360 kilojoule per mole, what is the enthalpy change of the reaction? Enthalpy change കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇന്നലെ പഠിപ്പിച്ചിരുന്നു. ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഓർമ്മയുള്ളവർക്ക് പറയാം. ഡെൽറ്റ എച്ചും എനർജി ഓഫ് ആക്ടിവേഷൻ റിലേഷൻഷിപ്പ് പറയൂ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു okay, very good, very good. EA forward minus EA backward, right answer. So your time starts now. You will have maximum 10 seconds. 1 2 3 4 5. ഞാൻ തന്നെ ടൈമർ 6. ഓക്കെ. ഗൗരി ഓപ്ഷൻ 3, അലീന ഓപ്ഷൻ 3, ഓക്കെ, മിന്നു ഓപ്ഷൻ 3, വൈഷ്ണവി ഓപ്ഷൻ 3, അബിൻ സ്റ്റീഫൻ ഓപ്ഷൻ 3, അഭിനയ ഓപ്ഷൻ 3, കീർത്തന ഓപ്ഷൻ 3, അൽഫി ഓപ്ഷൻ 3, നീതു ഓപ്ഷൻ 3, അതുൽ ഓപ്ഷൻ 3. ഓക്കെ ഓക്കെ ഗുഡ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവർ പറഞ്ഞോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിലായല്ലോ. ഓപ്ഷൻ 3 ആണ് എൻ്റെ ആൻസർ. അപ്പോൾ ഇതിനകത്ത് എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡും ഉണ്ട് ബാക്ക്വേഡും ഉണ്ട്. സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. മനസ്സിലായി കാണും. മനസ്സിലായി. സോ ക്വസ്റ്റ്യൻ നമ്പർ 11. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കിക്കോളൂ. ഗിവൺ ദ എനർജി പ്രൊഫൈൽ ഫോർ ദ റിയാക്ഷൻ A plus B gives C plus D. ആയിക്കോട്ടെ മക്കളെ. പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആക്ടിവേഷൻ എനർജി ഫോർ ദ റിയാക്ഷൻ C plus D gives A plus B എന്ന് പറഞ്ഞാൽ C plus D gives A plus B മീൻസ് റിവേഴ്സ് റിയാക്ഷൻ അല്ലേ? അപ്പോൾ ആ റിവേഴ്സ് റിയാക്ഷൻ്റെ എനർജി ഓഫ് ആക്ടിവേഷൻ എത്ര? ഒന്ന് അവിടെ നോക്കിയേ. C plus D എന്ന കുന്ന് കയറി മേളിലെത്താൻ എത്ര എനർജി വേണമെന്ന് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിംഗ് നോക്കിയിട്ട് X plus Y എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. കറക്റ്റാണോ അല്ലയോ എന്ന് പറയൂ. കറക്റ്റാണ്, ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ പഠിക്കുമ്പോൾ എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കുന്ന് കയറി പോകാനുള്ള സ്ഥലം. എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ബാക്ക്വേർഡ് റിയാക്ഷൻ മീൻസ് ഈ വലിയ കുന്ന് കയറി പോകാനുള്ള സ്ഥലം. ഇത് X എന്നും ഇത് Y എന്നും ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. അതല്ലേ X plus Y ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത് നോക്കൂ മക്കളെ. ഡെൽറ്റ എച്ച് ഓഫ് ദ റിയാക്ഷൻ. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡ് മൈനസ് എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ബാക്ക്വേർഡ് അല്ലേ? ഓക്കെ. നോക്കൂ, ഇതിലെ ഫോർവേഡിന്റെ എനർജി ഓഫ് ആക്ടിവേഷൻ പറഞ്ഞു തരൂ, വേഗാവട്ടെ. X, കാരണം മുന്നോട്ടുള്ള കുന്ന് കയറാനുള്ളത് X ആണ്. മൈനസ് ബാക്ക്വേർഡിൻ്റെ ഇപ്പം കണ്ടുപിടിച്ചതേ ഉള്ളൂ, പറഞ്ഞോളൂ. X plus Y. അപ്പോൾ എക്സിൽ നിന്ന് X plus Y സബ്ട്രാക്ട് ചെയ്യണം. X ക്യാൻസൽ ആയിപ്പോയി, മൈനസ് Y എന്ന് വരും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ നോക്കാം. അതിൽ എഴുതിയിരിക്കുന്നത് ഡെൽറ്റ എച്ച് ഓഫ് ദ റിയാക്ഷൻ A plus B gives C plus D is minus Y എന്നാണ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. അടുത്ത ത്രെഷോൾഡ് എനർജി ഫോർ ദ റിയാക്ഷൻ. എങ്ങനെയാണ് ത്രെഷോൾഡ് എനർജി കണ്ടുപിടിക്കുക? ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ വരച്ചിരുന്ന ഗ്രാഫ് അതോടൊപ്പം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കുന്നിൻ്റെ മേലുള്ള എനർജിക്കാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്, ശരിയല്ലടാ? അപ്പോൾ അതാ ഈ 0 മുതൽ ഇതുവരെ എത്ര ദൂരമുണ്ടോ അതാണ് ത്രെഷോൾഡ് എനർജി. അത് X plus Y plus ഇതോടെ ആഡ് ചെയ്യണം. ഇത് ക്വസ്റ്റ്യൻ Z എന്നാണ് കൊടുത്തിരിക്കുന്നത്, കറക്റ്റ് അല്ലേ? സോ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. എന്താണ് അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. The third C was threshold energy for the reaction is X plus Y plus Z. So no doubt the right answer is. എന്തായിരുന്നു question? Pick up the correct statement. And now you know all the 3 A, B, C are correct, right? Okay. അപ്പോൾ ഇതിൽ ഏതാണ് right option? Which option will you select? Option 4. അടുത്ത പറയാം. ഓക്കെ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടേക്സ് 40 minutes for 30% decomposition. വാട്ട് വിൽ ബി T12 എന്നല്ലേ ക്വസ്റ്റ്യൻ? അപ്പം T12ഉം T30യുമാണ്. അത് നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. കാരണം T12ഉം T30യും തമ്മിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടാണ്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. വന്നോളൂ. T30 എത്രടാ? 40 മിനിറ്റാ. അപ്പോൾ നമുക്ക് K എഴുതാം. K ഈസ് ഈക്വൽ ടു പറ
2.303 divided by T30 എഴുതാം ആദ്യം. T30 logarithm of 100 divided by 70. കറക്റ്റ് തന്നെ. So T30 means time required to complete 30% of the reaction. So initial concentration was 100 അല്ലേ? അപ്പോൾ 70% ബാക്കിയുണ്ട്, അതാണ് റിമൈനിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത K is equal to 2.303 divided by T50. ശരി തന്നെ മക്കളെ? T50 ഫസ്റ്റ് ഓർഡർ അല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓർഡർ പറയാതെ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഓർഡർ പറയാതെ ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ ഇക്വേഷൻ മാറിപ്പോകും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ഓർഡർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, T50 ലോഗരിതം ഓഫ്, മക്കളെ പറഞ്ഞാണ് 100 ഇവിടെ ഡിവൈഡ് ബൈ 50 അല്ലേടാ? ഓക്കെ, അപ്പൊ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. കെയും ക്യാൻസൽ ആയി പോകില്ലേ? 2.03 ഇത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ഇതിവിടെ T30 വരും, ഇവിടെ T50 വരും. അപ്പൊ ആൻസർ പറ. T30 ഡിവൈഡ് ബൈ T50 പറയൂ. ഇതിവിടെ കെ എല്ലാം ക്യാൻസൽ ആയിപ്പോയി. ലോഗരിതം ഓഫ് 100 by logarithm of 100 by 70 divided by logarithm of 100 divided by 50. കറക്റ്റ് ആണല്ലോ? ഓക്കെ, T30 എത്ര അവസരങ്ങളുണ്ട്? T30 40 മിനിറ്റ് ആടാ. 40 മിനിറ്റ്. കണ്ടുപിടിക്കേണ്ടത് T50 ആണ്. കറക്റ്റ് ആണല്ലോ? ഓക്കെ, അപ്പം ഇത് log 10/7 അത് ഈസി ആയിട്ട് എഴുതാം. log 10 മൈനസ് log 7 അല്ലേ, ഡിവൈഡഡ് ബൈ ഇത് log 100 ബൈ log 50 എന്ന് പറയുന്നത് ലോഗരിതം ഓഫ് 2 അല്ലേ? ഓക്കെ, സോ 40 ഡിവൈഡ് ബൈ T50 ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് log 10? 1 ശരിയല്ലേ? log 7 എത്ര? ഓക്കെ, 0.8450. വെരി ഗുഡ്. ഡിവൈഡഡ് ബൈ ലോഗരിതം ഓഫ് 0.3010 ശരിയല്ലേ? അപ്പൊ അവിടെ നിങ്ങൾക്ക് T50 കിട്ടും. ചെയ്യാൻ പറ്റുമല്ലോ? ചെയ്യാൻ പറ്റും. ഓക്കെ, എത്രയും വേഗം ചെയ്യുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വേഗം ആവട്ടെ. ആനന്ദ് ജയ കോളേജിലെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരി, നടക്കട്ടെടാ. നിങ്ങൾ ആൻസർ ഇട്ടത് സാറ് കണ്ടില്ല കേട്ടാ. നിങ്ങൾ ആൻസർ ഇട്ടായിരുന്നാ? എന്തോ കേട്ടില്ല. ഓപ്ഷൻസ് കാണിച്ചു തരാം. ഇതിലുള്ളതൊന്നും കിട്ടിയില്ലേ? ഓപ്ഷൻ 1 റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ, വൈഷ്ണവി ഓപ്ഷൻ 1, കീർത്തന ഓപ്ഷൻ 1, വൈഷ്ണവി VS ഓപ്ഷൻ 1, നിത്യ, അഭിനയ, നീലിമ, നീതു, അൽഫിയ എല്ലാവരും ഓപ്ഷൻ 1. ഓക്കെ, ആയിക്കോട്ടെ. വെരി ഗുഡ്. ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13. വായിച്ചേ ക്വസ്റ്റ്യൻ നമ്പർ 13. The rate of a reaction between A and B increases by a factor of 100. Then the concentration of A changes from 0.1 to 1. The order of the reaction with respect to A. എടാ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മറ്റേ എക്സ്പെരിമെൻറ്റ് 1, എക്സ്പെരിമെൻറ്റ് 2, ഇനിഷ്യൽ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചില്ലേ?
അതിൻ്റെ സെയിം ഐഡിയ തന്നെയാണ്. അവിടെ ഒന്നിൽ കൂടുതൽ റിയാക്റ്റൻ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരാളേ ഉള്ളൂ. ആര് മാത്രം? ക്വസ്റ്റ്യനിൽ ആര് മാത്രം? നോക്കിയേ, എ മാത്രം അല്ലടാ. അല്ല, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി രണ്ടിനുണ്ടായിക്കോട്ടെ. ആ രണ്ടും നമ്മൾ റിയാക്ഷൻ ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 100 അതായിക്കോട്ടെ. വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ചേഞ്ച്ഡ് ഫ്രം 0.1 മോൾ പെർ ലിറ്റർ ടു 1 മോൾ പെർ ലിറ്റർ. അപ്പോൾ 0.1 നിന്ന് 1 ആയി. 0.1 നിന്ന് 1 കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ, 0.1 നിന്ന് 1 ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? 0.1 നിന്ന് 1 മാറുമ്പോൾ 10 ടൈംസ് ആയി. പക്ഷെ അപ്പൊ റേറ്റിന് എന്ത് സംഭവിച്ചു? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ്. റേറ്റ് അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞേ? 100 ടൈംസ് ആയി, 100 ടൈംസ്. അപ്പൊ കോൺസെൻട്രേഷൻ 10 ടൈംസ് ആയപ്പോൾ റേറ്റ് 100 ടൈംസ് ആയെങ്കിൽ 10ന് ഏത് പവർ ഇട്ടാൽ 100 ആകും എന്ന് നോക്കിയാൽ മതി. എന്നാണ് ഇത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നു. 10ന് ഏത് പവർ ഇട്ടാൽ 100 ആവും? 2. അപ്പോൾ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ഈസ് എത്രയാണ്? 2. മനസ്സിലായോ? മനസ്സിലായി. ഇറ്റ് വാസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ 4. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, നോക്കൂ. ഇമാര് ക്വസ്റ്റ്യൻ എക്സാം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ഇൻസൈഡ് ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഫോർ എ gaseous reaction following data is given. A gives B. K1 തന്നിട്ടുണ്ട്. K1 എത്ര? 10⁻15 e⁻²00 by t. K2 10 ഞാൻ 200 എന്ന് വായിച്ചേടാ. ഓക്കെ, നോ പ്രോബ്ലം. K2 is equal 10⁻14 e⁻1000 by t. The temperature at which K1 equal to K2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T ആണ് കണ്ടുപിടിക്കുന്നത് when T1 is equal to K1 is equal to K2. ഒന്ന് വന്നേ, നമുക്ക് നോക്കാം. K1 എത്ര? K1 is equal to എത്രയാണ്? 10⁻15 into e⁻² divided by t. ഓക്കെ, അതുപോലെ K2 equal to K2 എത്രയാണ്? 10⁻14 into e⁻1000 divided by t. ഓക്കെ, ആയിക്കോട്ടെ. ഇനി എന്താണ്, വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം ഇത് K is equal to A e⁻⁻ യുടെ ഫോമിലാണ്. ഓക്കെ, K1 equal to K2 ആയാൽ എന്താ പ്രത്യേകത? 10⁻15 into e⁻2000 divided by t is equal to 10⁻14 into e⁻1000 divided by t. ശരിയല്ലേ? അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി മക്കളെ. 10 into ബാക്കി പറ, അല്ലെങ്കിൽ 10 equal to അത് പറയാം. 10 equal to അത് നേരെ അങ്ങ് താഴെ കൊണ്ടുപോകാം. 10 equal to ബാക്കി പറയാം. e⁻1000 e⁻1000 divided by t divided by e⁻2000 divided by t. a⁻m by a⁻n is equal to a⁻m-n അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10 is equal to പോരട്ടെ, 10 is equal to e⁻1000 by t -2000 by t. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ 10 equal to ബാക്കി പറഞ്ഞേ. 10 equal to എത്ര കിട്ടും? ഇത് പ്ലസ് ആവൂലടാ. അപ്പൊ 1000 by t എന്ന് വരും അല്ലടാ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിൽ ലോഗ് എടുക്കണം. ലോഗരിതം ഓഫ് 10 equal to ലോഗരിതം ഓഫ് e⁻1000 divided by t. ഇതാണ് പെർഫെക്റ്റ്. ഇങ്ങനെ തന്നെയാണ് ചെയ്യണമെന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ലോഗരിതം ഓഫ് 10 എത്ര? അല്ല, LOG 10 ആണ് 1, മറ്റേ 2.03. ഓക്കെ, അതായത് ലോഗരിതം ഓഫ് 10 എന്ന് പറയുന്നത് 2.03 log 10 ആണ്. log 10 1, അപ്പൊ ഇതിന്റെ 2.03. ഓക്കെ, ലോഗരിതം ഓഫ് e⁻x x അപ്പൊ എത്ര കിട്ടും?
1000 divided by t. ശരിയല്ലടാ? അപ്പോൾ t is equal to 1000 divided by 2.303 എന്ന് കിട്ടും. ഇത് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുമെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വേഗാവട്ടെ. ഐഡിയ മനസ്സിലായോ? മനസ്സിലായി. ഓപ്ഷൻസ് കാണിച്ചു തരാം. ഏതെടി? ഓപ്ഷൻ 4 റൈറ്റ് ആൻസർ. കീർത്തന ഓപ്ഷൻ 4, അതുൽ ഓപ്ഷൻ 4, മിന്നു ഓപ്ഷൻ 4, അബിൻ സ്റ്റീഫൻ ഓപ്ഷൻ 4, വൈഷ്ണവി ഓപ്ഷൻ 4, നിത്യ ഓപ്ഷൻ 4. ഓക്കെ, വൈഷ്ണവി വിനോദ് ഓപ്ഷൻ 4, അൽഫിയ, നീതു. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. Question number 15. The time for half-life period of a reaction A gives product. ഞാൻ സ്പീഡ് കൂടിപ്പോയോ? ഇല്ലല്ലോ. അല്ല, ഞാൻ സാധാരണക്കാളും സ്പീഡ് എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ആണ് ചോദിച്ചത്. പിന്നെ the time for half-life period of a reaction A gives product is 1 hour. When the initial concentration of the reactant A is 2 mole per liter, ആയിക്കോട്ടെ, initial concentration 2. How much time does it take for its concentration to come from 0.50 to 0.25? ശരിയാണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിലേക്ക് ഒന്നുകൂടെ വായിച്ചേ. Time for half-life period of a reaction is 1 hour. When the concentration of the reactant A is 2 mole per liter. How much time does it take for its concentration to come from 0.50 to 0.25 mole per liter if it is a zero order reaction എന്നാണ്. ഓക്കെ, അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അത് ഫസ്റ്റ് ഓർഡർ പോലെ ഇങ്ങനെ ആക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നത് പോലെ അല്ല. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടി ഹാഫ് സീറോ ഓർഡറിന്റെ ടി ഹാഫ് എത്ര പറഞ്ഞേ? ടി ഹാഫ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 2k അല്ലെങ്കിൽ R0 ഡിവൈഡ് ബൈ 2k. ശരിയാണല്ലോ? ഇനി എ എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ മാറിയാൽ ടി ഹാഫ് മാറുമെന്നാണ് ഈ എഴുതി വെച്ചിരിക്കുന്നതിന്റെ മീനിങ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ക്വസ്റ്റ്യൻ നോക്കി അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ടി ഹാഫ് 1 hour ആണ് എപ്പോൾ? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 2 ആയിരിക്കുമ്പോൾ അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കെ കണ്ടുപിടിക്കാം, കാരണം കെ കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ കെ കണ്ടുപിടിക്കും? ടി ഹാഫ് 1 hour ഈക്വൽ ടു എ 2 mole per liter ഡിവൈഡഡ് ബൈ 2k. അപ്പോൾ ഇതും ക്യാൻസൽ ആയി പോവും. കെ ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലടാ? ആണോ? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 2, അതും ഈ 2 ക്യാൻസൽ ആയി പോയി. കെ ഇവിടെ വരുമ്പോൾ കെ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി വീണ്ടും നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ടി ഹാഫ് കണ്ടുപിടിക്കാനാണ്. എപ്പോൾ ഉള്ളതാണ്? 0.50 എന്ന് പറയുന്നത് 0.25 ആകുമ്പോൾ ഉള്ളത് അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വീണ്ടും ടി ഹാഫ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. ടി ഹാഫ്, കാരണം 0.50 to 0.25. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടി ഹാഫ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ 2k അല്ലേ ഇക്വേഷൻ? അപ്പൊ ടി ഹാഫ് ഇസ് ഈക്വൽ ടു എ എത്ര? ഈ കേസിൽ എ എന്ന് പറയുന്നത് 0.50 ആണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഇതങ്ങോട്ട് പോകുന്നു. ഡിവൈഡ് ബൈ എത്രയുണ്ട്? 2 ഇൻറ്റു വാട്ട് ഈസ് കെ? സാർ കെ 1 നമുക്ക് കിട്ടി സാർ. അപ്പൊ ടി ഹാഫ് എന്ന് പറയുന്നത് 0.50 ഡിവൈഡ് ബൈ 2, അപ്പൊ 0.25 എന്ന് കിട്ടും. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം.
ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി. അതിന് മുമ്പ് ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഈ ഓപ്ഷൻ ഉണ്ടാ 0.25? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 4 ആയിക്കോട്ടെ. അപ്പോൾ ഇനി ഒന്ന് നോക്കിക്കോ. T half is proportional to A എന്നാണ് ഞാനിപ്പോൾ എഴുതിയത്. T half is equal to A by 2K. അവിടെ നിന്നാണ് T half proportional to A. കാരണം Kയും 2 ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഈക്വൽ ടുവിനും കോൺസ്റ്റൻറ്റിനും പകരം സാറ് പ്രൊപ്പോർഷണാലിറ്റി ഇട്ട്. ഓക്കെ. ഇനി സാർ ചെയ്യുന്ന കാര്യം ഒന്ന് നോക്കിയേ. സ്റ്റാർട്ടിങ്ങിൽ 2 ഉണ്ടായിരുന്നു. ആ 2 1 ആയി. അതിന് എത്ര മണിക്കൂർ എടുത്തു? 1 hour. ആ 2 1 ആയി മാറി. അടുത്ത 1 0.5 ആയി മാറുമ്പോൾ എത്ര സമയം എടുക്കും? ഹാഫ് ആൻ അവർ. അതെന്തുകൊണ്ട്? നേരത്തെയുള്ള കോൺസെൻട്രേഷൻ്റെ പകുതിയാണ് ഇപ്പോൾ ഇനിഷ്യൽ. അപ്പോൾ ഇത് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് എ പകുതിയായാൽ ടി ഹാഫും പകുതിയാവും. അങ്ങനെയാണ് 2ൽ നിന്ന് 1ലേക്ക് വരാൻ വേണ്ടിയിട്ട് 1 അവർ എടുത്തെങ്കിൽ 1ൽ നിന്ന് 0.5 ആകാൻ വേണ്ടിയിട്ട് ഹാഫ് ആൻ അവറേ എടുക്കുകയുള്ളൂ. അടുത്ത് 0.5 നിന്ന് 0.25 ആകാൻ അതിൻ്റെ ഹാഫേ എടുക്കുകയുള്ളൂ. അങ്ങനെയാണ് 0.25 വന്നത്. ഇനിയും അടുത്ത ഹാഫിലേക്ക് പോയാൽ ടി ഹാഫും അതേപോലെ ഹാഫ് ആവും. മനസ്സിലായോ? അപ്പൊ ടി ഹാഫ് ചേഞ്ച് ചെയ്യാത്തത് ആക്ച്വലി ഏത് ഇതിൽ മാത്രമാണ്? ഫസ്റ്റ് ഓർഡറിൽ മാത്രമാണ്. പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളതും പറഞ്ഞില്ല മക്കളെ? മനസ്സിലായി. ഓക്കെ, ആയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക സമാധാനമായിട്ട്. The chemical reaction 2O3 gives 3O2. Proceeds as follows. ആയിക്കോട്ടെ. O3 റിവേഴ്സിലേക്ക് ഈസ് O2 പ്ലസ് O. ആ റിയാക്ഷൻ ഫാസ്റ്റ് ആണല്ലേ. O പ്ലസ് O3 റിവേഴ്സിലേക്ക് ഈസ് 2O2. അത് സ്ലോ ആണ്. റേറ്റില്ല എഴുതാനാണ് ക്വസ്റ്റ്യൻ. കേട്ടോളൂ. റേറ്റില്ല എഴുതുന്നത് സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ നിന്നാണ്. കാരണം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ നിന്നാണ്. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. O പ്ലസ് O3 റിവേഴ്സ് ഗീവ്സ് 2O2. ശരിയല്ലേ? ശരി. അപ്പോൾ ഇനി അടുത്ത ശ്രദ്ധിച്ചോളണം. അപ്പോൾ ആ റിയാക്ഷൻ്റെ K എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് K is equal to concentration of O. മിസ്റ്റേക്ക് ആണ്. റേറ്റ് ഈക്വൽ ടു പറഞ്ഞേ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3. ഇങ്ങനെയാണ് നമ്മൾ നോർമലി എഴുതേണ്ടത്. ആൻസർ ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ സ്ലോ സ്റ്റെപ്പിലുള്ള റിയാക്റ്റൻറ്റും അതിൻ്റെ പവർ അയച്ചു. അങ്ങനെയാണ് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റി കിട്ടുക. അഥവാ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റി കിട്ടിയതിന് ശേഷം റിയാക്ഷൻ മെക്കാനിസം ഇങ്ങനെ എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്യാറ് സാധാരണ. അപ്പോൾ എന്തോ ആവട്ടെ, ഇങ്ങനെ കിട്ടി. ഇനി കൂടെ വേറെ സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്. ആ സ്റ്റെപ്പ് ഫാസ്റ്റ് സ്റ്റെപ്പും തന്നിട്ടുണ്ടാകും. കാരണം ഒരെണ്ണം മാത്രമേ സ്ലോ സ്റ്റെപ്പ് വരുള്ളൂ. കാരണം അതിൽ നമുക്ക് റേറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആ കൂടെ തന്ന ഫാസ്റ്റ് സ്റ്റെപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് റിവേഴ്സിബിൾ ആണെങ്കിൽ കുഴപ്പമാണ്. ഒന്നും റിവേഴ്സിബിൾ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ കിട്ടുന്ന ആൻസർ എഴുതി പൊയ്ക്കോണം. റിവേഴ്സിബിൾ ആണെങ്കിൽ കുഴപ്പമാണ്. റിവേഴ്സിബിൾ ആണോ? ആണ്, റിവേഴ്സിബിൾ ആണ്. അങ്ങനെ റിവേഴ്സിബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതണം. ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഞാൻ K1 എന്ന് എഴുതി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു എന്താ? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്റ്റന്റ് അല്ലേ? അപ്പൊ അതില് കോൺസെൻട്രേഷൻ ഓഫ് O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ എന്ന് വരും. കറക്റ്റ് ആണല്ലോ? ശരി. അപ്പൊ ഞാൻ തിരിച്ച് ബോർഡിലെത്തി.
റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ ഇൻറ്റു O3 എന്ന് ഞാൻ എവിടെ നോക്കി എഴുതി? സ്ലോ സ്റ്റെപ്പ് നോക്കി എഴുതി. എന്നിട്ട് ഞാൻ ഫാസ്റ്റ് സ്റ്റെപ്പുകളിലൂടെ കണ്ണോടിച്ചപ്പോൾ അത് റിവേഴ്സിബിൾ ആണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ റിവേഴ്സിബിൾ ആണെങ്കിൽ എല്ലാ റിവേഴ്സിബിൾ റിയാക്ഷനുകളിലും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമെന്നും അതിൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 എന്ന് എഴുതി. അത് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, അതിന്റെ പവർ 1 ആയതുകൊണ്ട് റൈസ് ടു പവർ ഒന്നും വന്നില്ല, ഡിവൈഡ് ബൈ റിയാക്ടന്റ് എന്ന് എഴുതി. അത് ക്ലിയർ ആണല്ലോ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, O എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ആണ് അല്ലേ? ആ ഇന്റർമീഡിയറ്റിന്റെ കോൺസെൻട്രേഷൻ ദാ ഇവിടെ കാണും. ആ കോൺസെൻട്രേഷൻ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക, അതിനെ കൊണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് O? വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് O? K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2. കറക്റ്റ് ആണോ? അപ്പൊ റേറ്റ് ഇസ് ഈക്വൽ ടു, പറഞ്ഞോളൂ, റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് O? K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3. കറക്റ്റ് ആണല്ല? ഈ ഓയ്ക്ക് പകരം ഞാനിത് കൊടുത്തു. അങ്ങനെ റേറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? റേറ്റ് ഈസ് ഈക്വൽ ടു K ഡാഷ് എന്ന് എഴുതി. ഈ K ഇൻറ്റു K1 ഞാൻ K ഡാഷ് എന്ന് എഴുതുന്നേ ഉള്ളൂ, സിംപ്ലി റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3യുടെ സ്ക്വയർ എന്ന് വരും, ശരിയല്ലേ? ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 റൈസ് ടു -1 എന്ന് വരും. മനസ്സിലായോ? ഓർഡർ ക്യാൻ ബി നെഗറ്റീവ്. ഓർഡർ ക്യാൻ ബി നെഗറ്റീവ്. ഇവിടെ ഓർഡർ നെഗറ്റീവ് അല്ലേ കിട്ടിയത്? ഓർഡർ മോളിക്കുലാരിറ്റി സാധാരണ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കാറുണ്ട് ഓർഡർ 0 ആവാം, അതെ 0 ഓർഡർ റിയാക്ഷൻ. ഓർഡർ ഫ്രാക്ഷണൽ ആവാം, അതെ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. ഇന്നലെ H2 + Br2 gives 2HBrന്റെ ഓർഡർ 3/2 ആണ് ഇന്നലെ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? അതുപോലെ ഡീകമ്പോസിഷൻ ഓഫ് അസറ്റാൽഡിഹൈഡിൻ്റെതും റൈസ് ടു 3/2 ആണ് വരിക. അപ്പോൾ അതൊക്കെ ഫ്രാക്ഷണൽ ഓർഡർ ആണ്. ഇനി ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഇന്റഗ്രൽ വാല്യൂ ഉണ്ട്. അതുപോലെ ഓർഡർ ക്യാൻ ബി നെഗറ്റീവ്. സോ ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ ഈസ് എ നെഗറ്റീവ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ. ഇതിന്റെ ഓവറാൾ ഓർഡർ നെഗറ്റീവ് അല്ല, കാരണം ഇത് 2 - 1 ആയതുകൊണ്ട് ഓവറാൾ ഓർഡർ ഫസ്റ്റ് ഓർഡർ എന്ന് വരും. അയ്യോ, ഓവറാൾ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത് നമ്മൾ ആഡ് ചെയ്യണം, അങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത്? 2 - 1 ആഡ് ചെയ്താൽ 1 എന്ന് കിട്ടും, ശരിയല്ലടാ? എന്നാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു O2 ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ -1. ക്ലിയർ? അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വരാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The chemical reaction 2O3 gives 3O2 proceeds as follows. The rate law expression should be, and what is the right answer? Which option is option 2? R is equal to K into O3 square into O2 raised to -1. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ആദ്യം എഴുതിയ ഇതൊക്കെ ആക്ച്വലി ഓപ്ഷനായിട്ട് തരേണ്ടതാണ്, എങ്കിലാണ് കുട്ടികൾ ഇതും ബബിൾ ചെയ്തിട്ട് പോവുള്ളൂ. പക്ഷെ ഇതല്ല ആൻസർ. അതിന് കാരണം അവിടുത്തെ ഒരു ഫാസ്റ്റ് റിയാക്ഷൻ റിവേഴ്സിബിൾ ആയതുകൊണ്ടാണ്. അവിടെ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എടുക്കുക, ഇന്റർമീഡിയറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് കണ്ടുപിടിക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി സാധാരണ കുറച്ചുകൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ റേറ്റ് ഈക്വൽ ടു K ഡാഷ് ഇൻറ്റു ഓസോണിന്റെ സ്ക്വയർ ഇൻറ്റു O2 റൈസ് ടു -1 എന്ന് ഇങ്ങോട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തരും. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് K ഡാഷ് എന്ന് ചോദിക്കും. ആൻഡ് K ഡാഷ് വാല്യൂ K ഇൻറ്റു K1. മനസ്സിലായ? അത് K ഇൻറ്റു K1 ആണെന്ന് അറിയണമെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്തു വന്നാലേ നമുക്ക് K ഇൻറ്റു K1 ആണോ K ഡിവൈഡ് ബൈ K1 ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ശരി, മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? ഓക്കെ, ശരി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 17. ഞാൻ ബ്രേക്ക് പോകുന്നില്ല, 25 ക്വസ്റ്റ്യൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചെയ്തൂടെ? In a reaction A gives B product, the rate is doubled when the concentration of B is doubled. അപ്പോൾ റൈസ് ടു 1, ശരിയല്ലേ? കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റേറ്റ് ഡബിൾ ആയി, കോൺസെൻട്രേഷൻ ഡബിൾ ആയപ്പോൾ അപ്പോൾ രണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അപ്പോൾ റൈസ് ടു പവർ 1 ആണ്. ഓക്കെ, and rate increases by a factor of 8 when the concentration of both reactants A and B are doubled. എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾക്ക് അത്രയും ലോജിക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ലോജിക്ക് കിട്ടും, നിങ്ങൾക്ക് അത്രയും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നിങ്ങൾ എഴുതി നോക്കണം. എന്താണ് ആദ്യത്തെ റേറ്റ്? എന്താ?
എ പ്ലസ് ബി ഈസ് പ്രോഡക്റ്റ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാം. ദ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് സാർ എഴുതി. ഓക്കെ, ആയിക്കോട്ടെ. ഇനി ഇവിടെ നിന്ന് അടുത്ത റേറ്റ് 8R ആണ്. കാരണം റേറ്റ് 8 ടൈംസ് ആയെന്നല്ലേ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് വേണ്ട കോൺസെൻട്രേഷൻ ഓഫ് എയും എ റൈസ് ടു എക്സ്, ഇത് എക്സും ഇത് വൈയും എഴുതാം. അതുപോലെ ഇയാളുടെ കോൺസെൻട്രേഷനും എന്താണ് ഡബിളായി. അപ്പോൾ 2B റൈസ് ടു വൈ. കറക്റ്റാണല്ലോ. ഇനി ഇതേ ഡിവൈഡ് ബൈ ഇത്. അപ്പോൾ 8 ഇസ് ഈക്വൽ ടു കെയും ക്യാൻസൽ ആയിപ്പോയി 2 റൈസ് ടു എക്സ് ഇൻറ്റു എന്താണ് 2 റൈസ് ടു വൈ എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എത്ര? വൈ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. കാരണം എന്താണ് ബി ഡബിൾ ആയപ്പോൾ റേറ്റും ഡബിൾ ആയതുകൊണ്ട് ബിയും കോൺസെൻട്രേഷൻ ഓഫ് ബിയും റേറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ അതിൻ്റെ പവർ 1 എന്നാണ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കണം. ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ. അത് ഡബിളായി 2R ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു 2B റൈസ് ടു വൈ എന്ന് കിട്ടും. അപ്പോൾ 2R ബൈ ആർ എന്ന് പറയുന്നത് 2 ഈക്വൽ ടു ഇത് എ റൈസ് ടു എക്സ് ക്യാൻസൽ ആയിപ്പോയി, കെ ക്യാൻസൽ ആയിപ്പോയി, 2 റൈസ് വൈ എന്ന് വരും. വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ആ 1 ഇവിടെ കൊടുത്തു നോക്കൂ. 2 റൈസ് ടു 1 2, ആ 2 ഇവിടെ കൊണ്ടുവരുമ്പോൾ 4 ഇസ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ്. അപ്പോൾ 2 റൈസ് ടു 2 ഇസ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2. ക്ലിയർ? അപ്പോൾ റേറ്റ് ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് 2 ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ അത് 1. അപ്പോൾ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി വരൂ. അങ്ങനെ ഇക്വേഷൻ ഉണ്ടോ എന്ന് പറയൂ. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ 2. നിങ്ങൾക്ക് മനസ്സിലായെന്നോ ഇല്ലെന്നോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. What is question number 18? What is the activation energy for the reaction if its the rate doubles when the temperature is raised from 20 degrees Celsius to 35 degrees Celsius? R ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. What is energy of activation? Simple question. So how will you find out the energy of activation? പറഞ്ഞേ. Logarithm of K2 by K1 ഓർമ്മയില്ല ഇന്നലെ പഠിപ്പിച്ചത് is equal to EA divided by എത്രയാണ് മക്കളെ? 2.303 R into T2 minus T1 divided by T1 T2. ഓർമ്മയുണ്ട? റേറ്റ് ഡബിൾ ആകുമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഡബിൾ ആയാൽ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആവും. അപ്പോൾ ഇത് ലോഗരിതം ഓഫ് നോക്കൂ മക്കളെ, K1 ഡബിൾ ആയിരിക്കും K2. അപ്പോൾ ക്യാൻസൽ ആയിപ്പോൾ log 2 എന്ന് വരും. അല്ലെ ലോഗ് K2 എന്ന് പറയുന്നത് K1 K2 is equal to 2K1 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡബിൾ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ log 2 is equal to ഈ എനർജി ഓഫ് ആക്ടിവേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ 2.303 R 8.314 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ശരിയല്ലേ? എന്നിട്ട് എന്താണ് ടെമ്പറേച്ചർ എവിടെ നിന്ന് എങ്ങോട്ടെന്ന്? 20ൽ നിന്ന് 35 അല്ലേ? അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? ഡിഫറൻസ് 15 അല്ലടാ? ഡിവൈഡ് ബൈ 20 എന്ന് പറയുമ്പോഴത്തേക്കും 293 അല്ലേ? 25 ഡിഗ്രി അല്ല 20 ഡിഗ്രി സെൽഷ്യസ് 273 പ്ലസ് 20. അടുത്ത് 35 ആടാ. 35 308 ആയിരിക്കും. അതെ 35 പ്ലസ് 273. അപ്പോൾ ഇത് ചെയ്യണം. മേളിൽ കെൽവിനിലാക്കി ഡിഫറൻസ് എടുത്താലും ഇത് തന്നെ കിട്ടുള്ളൂ. അപ്പം ഞാൻ അവിടെ ഡിഫറൻസ് എഴുതി. ഇനി ഇവിടെ നിന്ന് EA കണ്ടുപിടിക്കണം. log 2ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ചെയ്യാൻ പറ്റുമല്ലോ? ചെയ്യാൻ പറ്റും. ഓക്കെ, വലിയ കാൽക്കുലേഷൻ ആണ്. നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ചെയ്യാനുള്ള ഐഡിയ മനസ്സിലായോ? യെസ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. വായിച്ചോളൂ. 19. In an attempt to compare the half-life of two radioactive elements A and B, okay, a scientist set aside 400 grams of each. 400 എടുത്തു. After 3 months, the scientist found 25 grams of A and 200 grams of B. Which one of the following statement is true? അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം. ഒരു
എയും ബിയും എടുക്കണം. എ എടുത്തു, ബി എടുത്തു, ആയിക്കോട്ടെ. എന്നിട്ട് എ ഗീസ് ബി. ആഫ്റ്റർ 3 months, 3 മാസം കഴിഞ്ഞു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 400 എടുത്തു, ഇതും സ്റ്റാർട്ടിങ്ങിൽ 400 എടുത്തു, ആയിക്കോട്ടെ. ഇനി എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇനി സംഭവിച്ചിരിക്കുന്നത് 3 മാസം കഴിഞ്ഞപ്പോൾ ദ സയൻറ്റിസ്റ്റ് ഫൗണ്ട് 25 gram ഓഫ് എ, 25 gram എ ബാക്കിയുണ്ട്, ആൻഡ് 200 gram ബി ബാക്കിയുണ്ട്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കാണണ്ടേ നിങ്ങൾക്ക്? കാണണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഹാഫ് ലൈഫ് ഓഫ് ബി ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് എ. അപ്പോൾ നമുക്ക് ആദ്യം രണ്ടിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാം. ഓക്കെ, ബാ. എ സ്റ്റാർട്ടിങ്ങിൽ എത്ര ഉണ്ടായിരുന്നു പറഞ്ഞോ? 400. അത് 200 ആയി, ആ 200 100 ആയി, അത് പിന്നെ 50 ആയി, അത് പിന്നെ 25 ആയി. ഇത്രയും ആകാനാണ് 3 മാസം എടുത്തത്. ശരിയല്ലേ? എത്ര ടി ഹാഫ്? 4 ടി ഹാഫ്. 4 ടി ഹാഫ് ഇസ് ഈക്വൽ ടു 3 months, ആയിക്കോട്ടെ. അടുത്ത് ഇയാൾ 400-ൽ നിന്ന് 200 ആയി, അതിൻ്റെ ടി ഹാഫ് അത് അപ്പോൾ എത്ര ടി ഹാഫ് എടുത്തു? അപ്പം രണ്ടാമത്തെ ടി ഹാഫ് 3 months ആണ്. ശരിയല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്ഷൻ ഒന്ന് വായിച്ചേ. ഹാഫ് ലൈഫ് ഓഫ് ബി ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് എ. ഒരിക്കലുമല്ല. കാരണം ടി ഹാഫ് ഓഫ് എ എന്ന് പറയുന്നത് എത്ര? 1/4 ഓഫ് 3 months. ശരി തന്നെ? ഇതിൻ്റെ അത് 3 months. അപ്പോൾ ഇതിൻ്റെ ടോയ്സ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 എടുക്കുമ്പോൾ ഇത് കിട്ടണം. ഇൻറ്റു 2 എടുക്കുമ്പോൾ ഇത് കിട്ടൂലല്ല? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്ഷൻ റോങ് ആണെന്ന് മനസ്സിലായി. അടുത്ത് നോക്കിയേ, ഹാഫ് ലൈഫ് ഓഫ് ബി ഈസ് 4 times ദാറ്റ് ഓഫ് എ. എയുടെ 4 times ആണ് ബിയുടേത്. ഇൻറ്റു 4 കൊടുത്താൽ ഇത് കിട്ടുമോ? കിട്ടും. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലോ. ഓക്കെ, അടുത്തത് ഹാഫ് ലൈഫ് ഓഫ് എ ഈസ് ടോയ്സ് ദാറ്റ് ഓഫ് ബി. ബിയുടെ ടോയ്സ് ആണ് അതെന്ന്? ഒരിക്കലും അല്ല. ഓക്കെ, അടുത്തത് എന്താണ്? ഹാഫ് ലൈഫ് ഓഫ് എ ഈസ് 4 times ദാറ്റ് ഓഫ് ബി. അല്ല, നേരെ തിരിച്ചാണ്. ഓക്കെ, അതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. സോ വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 20? In a reaction 2a plus b gives 3c, the concentration of A decreases from 0.5 mole per liter to 0.3 mole per liter in 10 minutes. Okay, the rate of production of C during this reaction is, rate of production of C അല്ലേ? അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാം. വന്നേ, ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. 2a plus b gives 3c. What is the rate of production of C? അതിലെ കണ്ടുപിടിക്കേണ്ടത് അത്ര മൈനസ് അത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആണല്ലേ. അപ്പോൾ വേണ്ട, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എടുത്താൽ മതി. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി? അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയേ. ദ കോൺസെൻട്രേഷൻ ഓഫ് എ വെച്ചാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ റേറ്റ് കണ്ടുപിടിക്കാം. റേറ്റ് പറ. റേറ്റ് ഈക്വൽ ടു -1/2 into change in concentration of A divided by delta T. So -1/2 into what is the change in concentration of A? ദാ നോക്കി പറഞ്ഞോളൂ. 0.5 നിന്ന് 0.3 ആയി കുറഞ്ഞു. അപ്പോൾ -0.2 അല്ലേ? അപ്പോൾ അത് -0.2 divided by delta D. What is the time taken? നോക്കി പറയൂ. 10 minutes. അപ്പോൾ സാർ അവിടെ 10 minutes എന്ന് കൊടുക്കുന്നു. വാ, അവിടെ 10 minutes കൊടുത്തു. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകുന്നു. റെഡി? ആൻസർ പ്ലസ്. ഓക്കെ, 1/2 into
0.02. അപ്പോൾ 0.01 എന്ന് കിട്ടുമോടെ? ആ 0.01 റേറ്റ് കിട്ടി. റേറ്റ് കിട്ടിയാൽ റേറ്റും ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സിയും തമ്മിൽ എന്താണ് ബന്ധം? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി പഠിപ്പിച്ചെന്നാണ് ഷോർട്ട് കട്ട്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സിയും റേറ്റും തമ്മിൽ എന്താണ് ബന്ധം? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി ഈസ് 3 times rate of the reaction. Rate of disappearance of A is 2 times rate of the reaction. കൈനറ്റിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച് നാളെ എന്താണ് കഴിഞ്ഞ 3 ദിവസം മുമ്പുള്ള ഡിസ്കഷനിലും പഠിപ്പിച്ചെന്നാണ്. മനസ്സിലായ? അപ്പോൾ 3 into rate. 3 into rate എത്ര? 0.01. അപ്പോൾ എത്ര കിട്ടി? 3 into 0.01 0.03 അല്ലടാ? ഓപ്ഷൻ ഉണ്ടാവും നോക്ക്. 0.03 മോൾ ലെറ്ററൈസ്ഡ് ഉണ്ട്. ഓപ്ഷൻ 4. മനസ്സിലായ? മനസ്സിലായി. ഓക്കെ. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തു. ഓരോ ആൾക്കാർക്ക് ഓരോ ഐഡിയ ആണ്. എയും സിയും കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? -1/2 into change in concentration of A divided by delta T equal to plus 1/3 into change in concentration of C divided by delta T. ഓക്കെ ആണ്? ഇത് രണ്ടും ഈക്വലാ. ഞാൻ ബി ഒഴിവാക്കി ഇത് രണ്ടും എഴുതി. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വഴി എഴുതാം. അപ്പോൾ എന്നിട്ട് -3/2 into change in concentration of A divided by delta T. So -3/2 into ആ ഡിഫറൻസ് -0.2 divided by 10. ഇത് ക്യാൻസൽ ആയി പോയാലും മൈനസ് ക്യാൻസൽ ആയി പോകുമ്പോൾ പ്ലസ് കിട്ടും. 0.03 എന്ന് കിട്ടും. ഇങ്ങനെ എഴുതി ചെയ്താലും ഇത് തന്നെ കിട്ടും. ഇങ്ങനെ എഴുതി ചെയ്താലും ഇത് തന്നെ കിട്ടും. മനസ്സിലായോ? അത് പല ആൾക്കാർക്കും പല ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ പോവുക. നമുക്ക് ഏതാണോ ഈസി എന്തോന്ന് അതുവഴി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കിയേ. The initial rate of a reaction 3A plus 2B is C is product. Different initial concentrations are given below. The order with respect to the reaction A, B and C are respectively. അപ്പോൾ ഇവിടെ 3 പേരുണ്ട്. നമുക്ക് ഗണിക്കാൻ പറ്റുമെന്ന് ആദ്യം നമുക്ക് നോക്കാം. എ സെയിം വരുന്ന ഏതെങ്കിലും ഉണ്ടോ? എ സെയിം വരുന്ന ഏതൊക്കെ ഉണ്ട്? 3. ഓക്കെ. ഞാൻ 1ഉം 3ഉം എടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ 1ഉം 3ഉം എടുക്കുമ്പോൾ 1ലും 3ലും എയും സിയും സെയിം ആണ്. അപ്പോൾ എയും സിയും അങ്ങ് ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം ബി മാത്രം നോക്കിയാൽ മതി. 1ലും 3ലും പിന്നെന്താണ് സി 0.005 നിന്ന് 0.010 ആയിട്ട് മാറിയിരിക്കുന്നു. എന്നുവെച്ചാൽ ഡബിൾ ആയല്ലടാ. അപ്പോൾ റേറ്റ് എത്ര ആയിട്ട് മാറി? 5 into 10⁻³ എന്ന് പറയുന്നത് 10 into 10⁻³ ആവും. അത് 1 അല്ല, 1 into 10⁻² ആണ്. അത് 10 into 10⁻³ ആയി. അപ്പം 0.005 0.010 ആയപ്പോൾ മറ്റത് 5 എന്ന് പറയുന്നത് 10 ആയി. ഇത് ഡബിളായി. ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ. ഫസ്റ്റ് ഓർഡർ അല്ലേ? ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ഞാൻ അവിടെ തന്നെ ഓപ്ഷനിലോട്ട് നോക്കും. എന്നിട്ട് ബിയിലത് 1 വരുന്ന ഏതെങ്കിലും ഉണ്ടോന്ന് നോക്കും. ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ആൻസർ എഴുതാൻ പോവാം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി അടുത്തത് നമുക്ക് ചുമ്മാ ബാക്കിയോട് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തെന്താണ്? ഏതെങ്കിലും 2 എക്സ്പീരിയൻസിൽ ബി 2 സെയിം വരുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കണം. 1ഉം 4ഉം നോക്കിയേ. ബിയും സിയും സെയിം ആണ്. അതിൽ 1ഉം 4ഉം ബിയും സിയും സെയിം ആണ്. അപ്പോൾ എ മാത്രം നോക്കിയാൽ മതി. 0.010 0.005 പകുതിയായല്ലേടാ. അപ്പോൾ 5 into 10⁻³ എന്ന് പറയുന്നത് 1.25 10⁻³ ആയി. അപ്പോൾ 1/4 ആയി. ഹാഫ് ആകുമ്പോൾ 1/4 ആവണമെങ്കിൽ ഡബിൾ ആയിരിക്കണം, സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ഓർഡർ 2. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണല്ലോ 2ഉം 1ഉം. അടുത്ത് നമ്മൾ എയും ബിയും സെയിം വരുന്നത് നോക്കി. എയും ബിയും സെയിം വരുന്ന ഏതുണ്ട്? എയും ബിയും 3ഉം 4ഉം 3ഉം 4ഉം സെയിം വരുന്നിടത്ത് സിയും സെയിം തന്നെ അല്ലേടാ? എന്ന് പറഞ്ഞാൽ അവിടെ കോൺസെൻട്രേഷൻ
ചേഞ്ച് ചെയ്തിട്ടും അല്ല, അതിൻ്റെ കോൺസെൻട്രേഷനും റേറ്റും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം അതും ക്യാൻസലായി പോവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് അവിടെ അയാളുടെ കോൺസെൻട്രേഷൻ ഇൻഫ്ലുവൻസ് ഇല്ലെന്നാണ്. അപ്പോൾ എന്ത് ചെയ്ത് എന്താണ് അത് സീറോ ഓർഡർ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഇത് തന്നെ എഴുതി കണ്ടുപിടിക്കാം. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ ഇൻറ്റു സി റേസ് ടു സെഡ്. എന്നിട്ട് രണ്ടെണ്ണം സെയിം ആവുന്ന എടുത്ത് കട്ടിലെടുത്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ പോകണോ? അടുത്ത ക്വസ്റ്റ്യൻ 22. The rate of a reaction AG is product. The initial concentration of 3.24 into 10 raised to minus 2 molar is 9 times rate. Its rate at another initial concentration. Okay, the order of the reaction ആണ് ചോദിച്ചിട്ടുള്ളത്. Initial concentration is 9 times its rate with another. Okay. 3.24 into 10 raised to minus 2, മറ്റേത് 1.2 into 10 raised to minus 3. എങ്കിൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, ഒന്നുമില്ല. AG is പ്രോഡക്റ്റ് നമ്മൾ എഴുതി തന്നെ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ആണല്ല. എന്ത് സംഭവിച്ചു? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് 9 times its rate at another initial concentration of 1.29 into 10 raised to minus 3. The order of the reaction is initial concentration, അത് എഴുതിയിടാം, 3.24 into 10 raised to minus 2 molar ആയിക്കോട്ടെ, is the initial concentration is 9 times its rate. Okay, its rate at another initial concentration. Okay. ഇപ്പോൾ R is equal to K into concentration of K into 3.24 into 10 raised to minus 2 the whole raised to x എന്ന് സാർ എഴുതി. ഇനി റേറ്റ് എന്താണ്? 9 is the initial concentration is 9 times. ഓക്കെ, ഇതാണ് 9 times. അപ്പോൾ ഇതിന് 9 R എന്ന് എഴുതാം. ഓക്കെ, എപ്പോൾ R is equal to K into 1.2 into 10 raised to minus 3 raised to x ആയിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കൂടെ വായിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. The rate of a reaction AG is product. Initial concentration 3.24 at the initial concentration 3.24 ആയിരിക്കുമ്പോൾ ഉള്ള റേറ്റ് എന്ന് പറയുന്നത് 9 times ആണ്. ഏത് റേറ്റിൻ്റെ? 1.2 into 10 raised to minus 3 ആകുമ്പോൾ ഉള്ളതിൻ്റെ. അപ്പം ഞാൻ ബോർഡിലേക്ക് പോകുന്നു. 1.2 into 10 raised to minus 3 ആകുമ്പോൾ എത്ര റേറ്റ് ആണോ അത് അതിൻ്റെ 9 times ആണ് ഈ കോൺസെൻട്രേഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ ബൈ ഇത് 9R by R, അപ്പോൾ 9 എന്ന് കിട്ടും അല്ലേ? ഇത് ക്യാൻസൽ ആയിപ്പോയി. ഇത് 3.24 into 10 raised to minus 2 divided by 0.12 into 10 raised to minus 2. ശരി തന്നെ? the whole raised to x. അപ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോയി. ഇത് കട്ട് ചെയ്യണം, കട്ട് ചെയ്ത് കണ്ടുപിടിച്ച് എക്സ് കണ്ടുപിടിച്ചിട്ട് വരണം. ഓക്കെ, എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പാടൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? ആ എക്സ് ആണ് ഓർഡർ എന്ന് പറയണത്, ശരിയല്ലേ? ആ എക്സ് ആണ് ഓർഡർ, ഈ എക്സ് ആണ് ഓർഡർ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഈ ഇതിൽ 4 ഓപ്ഷൻ കിടക്കുകയല്ലേ? ആ ഓപ്ഷൻസേ ഡിഫിക്കൽട്ടാണ്. 1/2 ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നോർമലി കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അപ്പോൾ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1/2 എടുത്ത് ഇവിടെ പരീക്ഷിക്കുക. ഇവിടെ 1/2 എടുത്തു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു 9 ആകുമെന്ന് നോക്കുക. നിങ്ങൾ എക്സിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കുന്നത്, ആ എക്സിന്റെ വാല്യൂ അല്ലേ ഓർഡർ എന്ന് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ എക്സിന് 1/2 ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് ഈക്വൽ ടു 9 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ് കറക്റ്റ് ആണ്. ഇത് രണ്ട് ഈക്വൽ ആയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഓപ്ഷനിലുള്ളതിന് എടുത്ത് ഇവിടെ ഇട്ട് നോക്കണം. മനസ്സിലായില്ല? ഓക്കെ, പിന്നെന്താണ്? യഥാർത്ഥത്തിൽ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ്. ആ എക്സ് ആണ് ആ റിയാക്ഷൻ്റെ ഓർഡർ. ഇനി ആ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തു, നമുക്കിത് കിട്ടി.
എന്നിട്ട് നമ്മൾ റൈസ് ഓഫ് ഓർ എക്സ് എന്നാണ് ഇതിനെ ഇതേ ഡിവൈഡ് ബൈ ഇതൊക്കെ ഇട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. 3.24 ഡിവൈഡ് ബൈ 0.12 ഒക്കെ കട്ട് ചെയ്ത് കണ്ടുപിടിച്ച് എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പിന്നെ ഓഫ് ഷീറ്റ് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ ഇട്ട് വെക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഓപ്ഷൻ എ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് 9 എന്ന് തന്നെ കിട്ടും. ഈ വാല്യൂ കട്ട് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് ഈ 9 നിങ്ങൾ നോക്കണ്ട, ഇതിന് അവിടെ പവർ ഇട്ട് കൊടുക്കണം. ആ പവർ ഇട്ട് കൊടുക്കുമ്പം കട്ട് ചെയ്ത് 9 കിട്ടിയാൽ ആ 9 ഈ 9 ഈക്വൽ ആയി എങ്കിൽ ആ ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും. ശരി ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23 അല്ലേ? 23 അല്ലേ? നോക്കൂ. The reaction was observed for 15 days and the percentage of the reactant remaining after the days indicated was recorded in the following table. ആയിക്കോട്ടെ, ഇത് ഏത് ഓർഡർ ആണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? നോക്കിക്കോ. 0 100 അല്ലേ? പിന്നെ 2 50, അടുത്ത് 4 39 6 25 8 21 ഒക്കെ കിടപ്പുണ്ട്. ഞാൻ സാധാരണ ഈ ഇക്വേഷൻ ഒരു പ്രത്യേക രീതിയിലാണ് കണ്ടുപിടിക്കാറ്. ഈ ക്വസ്റ്റ്യൻ അതെങ്ങനെയാണെന്നൊന്ന് പറയാം, നോക്കിക്കോളൂ. 0 ഓർഡറിൻ്റെ ടി ഹാഫ് എത്ര? ടി ഹാഫ് ഇസ് ഈക്വൽ ടു a/2k. അപ്പോൾ ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ. ഫസ്റ്റ് ഓർഡറിൻ്റെ ടി ഹാഫ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എ, ഇന്നലെ പഠിച്ചാണ്. അപ്പോൾ ഒന്ന് കുറയും. ഇത് 0 ഓർഡർ കേട്ടോ, ഇത് ഫസ്റ്റ് ഓർഡർ. എങ്കിൽ സെക്കൻഡ് ഓർഡർ നിങ്ങൾ ഗണിച്ചു നോക്കി. ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു -1. അപ്പോൾ തേർഡ് ഓർഡർ ഗണിച്ചു നോക്കിയേ. ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു -2. അപ്പോൾ nth ഓർഡർ നിങ്ങൾ ഗണിച്ചു നോക്കിയേ. ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു 1 - n ആണോ? തേർഡ് ഓർഡർ 1 - 2 1 - 3, അപ്പോൾ -2 വരും. സെക്കൻഡ് ഓർഡർ 1 - 2 -1 വരും. ഫസ്റ്റ് ഓർഡർ 1 - 1 0 വരും. 0 ഓർഡർ 1 - 0 1 വരും. മനസ്സിലായോ? അപ്പം ഞാൻ സാധാരണ ചെയ്യാറ് ടി ഹാഫ് 1 ബൈ ടി ഹാഫ് 2 ഈക്വൽ ടു a1 ബൈ a2 ദ ഹോൾ റൈസ് ടു 1 - n എന്ന് ഇതിനെ റേഷ്യോ എടുത്ത് ഇക്വേഷൻ ഉണ്ടാക്കി. ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു എ റൈസ് 1 - n, എന്നിട്ട് ടി ഹാഫ് 1 ബൈ ടി ഹാഫ് 2 ഇസ് ഈക്വൽ ടു a1 ബൈ a2 ദ ഹോൾ റൈസ് 1 - n. അവിടെ n ആണ് റിയാക്ഷനിലെ ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി വന്നേ ഇവിടെ ആദ്യം 100 ഉണ്ടായിരുന്നു, അത് പിന്നീട് 50 ആയി. താഴെ റിയാക്ടന്റ് റിമൈനിങ് നോക്കൂ, 100 50 ആയി. അതിനെത്ര സമയം എടുത്തു? 2 days. 0 2 ആയിട്ട് മാറി 2 days. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ ടി ഹാഫ് 2 ആണ്. അതിനെടുത്ത സമയം എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എത്രയായിരുന്നു? 100 അല്ലേ? അപ്പോൾ 100 ഓക്കെ. ഇനി ഡിവൈഡ് ബൈ അടുത്തത്. ഞാൻ അടുത്ത ടി ഹാഫ് നോക്കുവാണേ, നോക്കിക്കോ. 50 25 ആയി. നോക്കൂ, 50 25 ആയതിന് എത്ര ദിവസം എടുത്ത് നോക്കൂ. 50-ലെ നമ്പർ ഓഫ് ഡേയ്സ് 2-ഉം 25-ലെ നമ്പർ ഓഫ് ഡേയ്സ് 6-ഉം ആണ്. അപ്പോൾ 2-ൽ നിന്ന് 6-ലേക്ക് എത്ര ഡേയ്സ് എടുത്തടാ? പറടാ ഒന്ന്. 4 ഡേയ്സ് എടുത്ത്. അപ്പോൾ നിങ്ങൾ നോക്കിയാണ് രണ്ടാമത്തെ ടി ഹാഫ് എന്ന് പറയുന്നത് 4 ഡേയ്സ് ആണ്. ആ സമയത്തുള്ള ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 50 ആണ്. ദ ഹോൾ റൈസ് ടു 1 - n. 100 50 ആകാൻ 2 ദിവസം എടുത്തു. അവിടുത്തെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 100. അടുത്തത് 50 25 ആവാൻ 4 ദിവസം എടുത്തു. അപ്പോൾ 100-ന് 50 ആകാൻ എത്ര ദിവസം? 2 ഡേയ്സ്. അപ്പോൾ ടി ഹാഫ് 1 2. 50 25 ആവാൻ എത്ര? 4 ദിവസം. അപ്പോൾ ടി ഹാഫ് 2 4. അടുത്ത് a1 ബൈ a2 ദ ഹോൾ റൈസ് 1 - n. a1 100, a2 അത് 50 ദ ഹോൾ റൈസ് 1 - n. അപ്പോൾ 2/4 എന്ന് 1 അല്ല 2 അല്ലേ? അല്ല 1/2 അല്ലേ? 1/2 is equal to എത്ര? 2 റൈസ് ടു
1 minus n. അപ്പോൾ 2 raised to minus 1 is equal to 2 raised to 1 minus n. കറക്റ്റ് ആണോ? ഇതിനെ ഇൻവേർട്ട് ചെയ്ത് അപ്പം 1 minus n is equal to minus 1. ഇത് അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ n is equal to അതിപ്പുറത്ത് കൊണ്ടുവരിക 2. ഇതിപ്പോൾ ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് ഇത്ര സമയം എടുത്തു. മറ്റത് അങ്ങനെയല്ല. ഇത് കാണുമ്പോൾ തന്നെ t half 1 by t half 2 is equal to a1 by a to the whole raised to 1 minus n. രണ്ട് t halfകൾ നോക്കുക, ആ വാല്യൂ ഇടുക, ചെയ്യുക, കണ്ടുപിടിക്കുക, പോവുക. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ക്വസ്റ്റ്യൻ നമ്പർ 24. ക്വസ്റ്റ്യൻ നമ്പർ 24. എന്താ 24? The unit of rate constant for the reaction mole per liter raised to minus 2 by 3 second inverse. The order of the reaction is. ഇന്നലെ നമ്മൾ ചെയ്തായിരുന്നു ഈ ക്വസ്റ്റ്യൻ. റിപ്പീറ്റ് ആയി പോയതാണ്. ഓർമ്മയുണ്ടോ അത്? എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? മോൾ ലിറ്റർ റൈസ് ടു മൈനസ് 1 ദ ഹോൾ റൈസ് ടു 1 മൈനസ് n സെക്കൻഡ് റൈസ് ടു മൈനസ് 1 ആണ് nth ഓർഡറിൻ്റെത്. ഇവിടെ തന്നിരിക്കുന്നത് മോൾ ലിറ്റർ റൈസ് ടു മൈനസ് 1 ദ ഹോൾ റൈസ് ടു മൈനസ് 2 by 3 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ 1 മൈനസ് n ഇസ് ഈക്വൽ ടു മൈനസ് 2 by 3 ആണ്. n അപ്പുറത്ത് അത് ഇപ്പുറത്ത്. അപ്പോൾ n ഇസ് ഈക്വൽ ടു 1 plus 2 by 3 ആണ്. സോ ആൻസർ 5 by 3 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ of this session. The reaction A gives B follows first order kinetics. The time taken for 0.8 mole of A to produce 0.6 mole of B is 1 hour. 0.8 mole of A to produce 0.6 mole of B is 1 hour. Okay. And what is the time taken for the conversion of 0.9 mole of A to produce 0.675 mole of B? കണ്ടുപിടിക്കാം. Okay sir. വന്നേ. എ ഉണ്ടറാ, അത് ബി ആയിട്ട് മാറുന്നു. എ എത്ര ഉണ്ട്? 0.8. സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരിക്കും. അത് 0.6 ആയിട്ട് മാറി. അപ്പോൾ ഇത് 0.2 ബാക്കിയുണ്ട്. മനസ്സിലായോ? ഇതിന് എത്ര മണിക്കൂർ എടുത്ത്? 1 hour. അപ്പോൾ നോക്കിക്കോളണേ. 0.8 ആദ്യം 0.4 ആയി, പിന്നെ 0.2 ആയി. ഇതിന് ആണ് 1 hour എടുത്തിരിക്കുന്നത്. അപ്പോൾ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 30 മിനിറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? അല്ലേ? ക്ലിയർ ആണ്. ഇനി അടുത്ത് എ ഗീവ്സ് ബി. എ 0.9 ഉണ്ട്, ഇയാൾ 0. ഇയാൾ 0.675 ആണ് ആയിട്ട് മാറിയിരിക്കുകയാണ്. എങ്കിൽ എ എത്ര ബാക്കി കാണും? 0.225. ശരി തന്നെ ആണോ തോന്നിയമേ? അപ്പോൾ 7, 2, 9 കറക്റ്റ് ആണല്ലോ. 0.9ന്റെ പകുതി എത്ര? 0.45 അല്ലേ? ആ 0.45ന്റെ പകുതി എത്ര? 0.225. ശരിയല്ലേ? എത്ര ടി ഹാഫ് എടുത്ത്? ഇവിടെ നേരത്തെ 2 ടി ഹാഫ് അല്ലേ എടുത്തുള്ളൂ? ആൻസർ 1 hour എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വളച്ചൊടിച്ചൊക്കെ ചോദിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ ഐഡിയ എന്നൊക്കെ അപ്പുറമാണ് ചോദിച്ചിരിക്കുന്നത്. എ ഗീവ്സ് ബി. ഇത് 0.8 to 0.2 എന്ന് പറഞ്ഞാൽ എല്ലാവരും വേഗം എന്താണ് 0.4, 0.2 അടിക്കും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? 0.8 ഇവിടെ നിന്ന് 0.6 ആവുമെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ കണ്ടുപിടിക്കണത് 0.2 ആയി മാറിയെന്ന്. എന്നിട്ട് 2 ടി ഹാഫ് കൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ 0.9 നിന്ന് ഇത്രയും കിട്ടാൻ എത്ര സമയം എടുക്കും? ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി ഇതാണ് ഇത്, അതിൻ്റെ പകുതി ഇത്. അപ്പോൾ ഇതിൻ്റെ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും സമയം സെയിം ആയിരിക്കും. കാരണം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഒക്കെ ടി ഹാഫ് ചേഞ്ച് ചെയ്തില്ല. ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ അങ്ങനെ 55 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് നാളെ 11:30 to 1:30 ഒരു സെഷനും അതിനുശേഷം ഒരു 2 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ സെഷനും 2 സെഷനിലായിട്ട് ഒരു ഏകദേശം 30+30 ഒരു 60 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യണം. അപ്പം സെക്കൻഡ് ഇയർ ഫിസിക്കൽ കെമിസ്ട്രിയാണ് നാളത്തെ ടോപ്പിക്ക്. സോൾട്ട് സ്റ്റേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രി കൈനറ്റിക്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് റെഡിയായി വരിക. മറ്റന്നാളത്തെ ഓർഗാനിക്. ശരി, നാളെ കാണാം.